നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. 2021 സെപ്റ്റംബർ മാസം 8-ാം തീയതി കുറവിലങ്ങാട് പള്ളിയിൽ നിന്നും ഒരു പ്രവാചക ശബ്ദം ഉയർന്നിരുന്നു. ഈ കേരളത്തെ നോക്കി പാലാ പിതാവ് അഭിമന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് വിളിച്ചു പറഞ്ഞു, നാർക്കോട്ടിക് കെണിയെക്കുറിച്ച്, നമ്മുടെ യുവജനങ്ങളെ വഴിതെറ്റിക്കാൻ വെമ്പി നിൽക്കുന്ന നാർക്കോട്ടിക് ഭീകരതയെക്കുറിച്ച്. ഒരു 3-4 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ ആ ഒരു പ്രവചനത്തെ നോക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് കേരളത്തിൽ സംഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു. അമ്മയെ തിരിച്ചറിയാനാകാതെ, അപ്പനെ തിരിച്ചറിയാനാകാതെ, പെങ്ങളെ തിരിച്ചറിയാനാകാതെ ലഹരിയുടെ ആസക്തിയിൽ അല്ലെങ്കിൽ ലഹരിയുടെ കെണിയിൽപ്പെട്ട് അവരെ പിച്ചു ചീന്തുന്ന യുവജനങ്ങളുടെ 100 വാർത്തകളാണ് ഓരോ ദിനവും നാം വാർത്താ മാധ്യമങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനസാക്ഷി മരവിച്ചു പോകുന്ന രീതിയിലുള്ള വാർത്തകൾ. എന്താണ് നമ്മുടെ കേരളത്തിലെ യുവ തലമുറയ്ക്ക് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ നാർക്കോട്ടിക് കെണി നമ്മുടെ യുവജനങ്ങളെ പിടിമുറുക്കിയത്? ഇതിനൊരു അറുതി വരുത്താൻ സാധിക്കുമോ? ഒപ്പം തന്നെ ഇതിന്റെ ഒരു സോഴ്സ് എന്താണ്? കേരളത്തിന്റെ ഭാവിയെ തന്നെ നശിപ്പിക്കുവാൻ വെമ്പി നിൽക്കുന്ന നാർക്കോട്ടിക് ഭീകരതയുടെ ഒരു അടിവേര് എങ്ങനെ നമുക്ക് അറക്കാൻ സാധിക്കും? ഈ വിഷയങ്ങളാണ് ഷെക്കീന ബിഗ് ഡിബേറ്റ് ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു KCBC മധ്യവിരുദ്ധ സമിതി സെക്രട്ടറി ശ്രീ പ്രസാദ് കുരുവിള, ഒപ്പം തന്നെ ക്ലിനിക്കൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഫാദർ ജോബ് പടയാറ്റിൽ, ഒപ്പം കേരള മധ്യവിരുദ്ധ സമിതി ഏകോപന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കേരള സർക്കാരിന്റെ ഏറ്റവും മികച്ച ലഹരി വിരുദ്ധ പ്രവർത്തകനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീ ചാർലി പോൾ. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ഡോക്ടർ ജോബ് പടയാറ്റിൽ, അങ്ങൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. നിരവധി യുവജനങ്ങളെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കൗൺസിലിങ്ങിന് ഒക്കെ വിധേയമാക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. എന്റെ ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്: എന്താണ് നമ്മുടെ യുവ തലമുറയ്ക്ക് പറ്റിയത്? അത് കണ്ണ് അന്ധമായി പോകുന്ന രീതിയിൽ, അതായത് നൊന്ത് പ്രസവിച്ച അമ്മയെ തിരിച്ചറിയാനാകുന്നില്ല, വളർത്തി വലുതാക്കിയ അപ്പനെ തിരിച്ചറിയാനാകുന്നില്ല, കൂടപ്പിറപ്പുകളെ തിരിച്ചറിയാനാകുന്നില്ല, അവരെ കശാപ്പ് മൃഗങ്ങളെ പോലെ ലഹരിയുടെ ആസക്തിയിൽ ഇങ്ങനെ പിച്ചു ചീന്തുന്ന ഒരു അവസ്ഥ. എന്ത് മാനസിക വികാരമാണ് അല്ലെങ്കിൽ എന്ത് ചേതോ വികാരമാണ് ഇവരെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് അതിഭീകരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ യുവ തലമുറ, പ്രത്യേകിച്ച് കേരളത്തിലെ മിടുക്കരായിട്ടുള്ള യുവ തലമുറ ലഹരിക്ക് അടിമപ്പെട്ട് പോകുന്നത്? അങ്ങയുടെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അങ്ങേക്ക് കാര്യങ്ങൾ പങ്കുവയ്ക്കാം. ഫാദർ ജോ. ഞാനൊരു ക്ലിനിക്കൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ട് ഒരു 13 വർഷമായിട്ട് തൃശ്ശൂര് കേന്ദ്രമാക്കിയിട്ട് സേവനം ചെയ്യുന്നുണ്ട്. 80,000-ഓളം ആളുകളുമായിട്ട് ഓരോ മണിക്കൂർ വെച്ചൊക്കെ കൗൺസിലിംഗ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൽ 30,000 പേരെങ്കിലും യുവതീ യുവാക്കളായിരിക്കും. അപ്പോ നമ്മളുടെ ഈ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്, മാനസിക ആരോഗ്യത്തിൽ വന്നിട്ടുള്ള കുറവുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടികളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കൾക്ക്, അധ്യാപകർക്കും പറ്റിയ കുഴപ്പങ്ങള്, അതുപോലെ തന്നെ ഗവൺമെന്റൽ പോളിസിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, നോ കൺട്രോള്, അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ്, ഗ്യാങ് സംസ്കാരം, ടീനേജിൻ്റെതായിട്ടുള്ള പ്രത്യേകതകള്, കുട്ടികൾക്ക് പൈസ കിട്ടാനുള്ള ലഭ്യതയുടെ കാര്യങ്ങള്, അതുപോലെ തന്നെ അങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ മയക്കുമരുന്ന് പിടിമുറുക്കാനായിട്ടുള്ള കാരണം. പ്രത്യേകിച്ച് അതിലെ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഗവൺമെന്റും അതുപോലെ തന്നെ പല രാഷ്ട്രീയ ആളുകളെ കൂടിയിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ട്, മദ്യം മാഫിയ അല്ലെങ്കിൽ ലഹരി മാഫിയ ഒക്കെ ആയിട്ടുള്ള അവിശുദ്ധ ബന്ധങ്ങള്, ഇതിനെ ശക്തമായിട്ട് തടയിടാനായിട്ട് പറ്റാത്ത ഒരവസ്ഥ, അതൊക്കെ ഇതിന് കാരണമായിട്ടുണ്ടാകാം എന്നാണ് എനിക്ക് മനസ്സിലായത്. ഒപ്പം തന്നെ ഈ കൗൺസിലിങ്ങിന് വിധേയമാക്കിയ കുട്ടികൾ അല്ലെങ്കിൽ യുവജനങ്ങൾ, ഏതെങ്കിലും മറക്കാനാകാത്ത ഒരു അനുഭവം അങ്ങേക്ക് ഈ ലഹരി ഭീകരതയുമായി ബന്ധപ്പെട്ട്, ലഹരി എങ്ങനെയാണ് ഒരു മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു യുവാവിനെ, യുവതിയെ, ആ വ്യക്തിയുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്നത്? അതിനെപ്പറ്റി ഏതെങ്കിലും ഒരു മറക്കാനാകാത്ത എന്തെങ്കിലും ഒരു അനുഭവം അങ്ങയുടെ മനസ്സിലുണ്ടോ? അങ്ങേക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ വീക്കിൽ വന്നിട്ടുള്ള ഒരു അനുഭവം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിട്ടുള്ള ഒരു പഞ്ചായത്തിലൊക്കെ വർക്ക് ചെയ്ത് പഞ്ചായത്ത് സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു അധ്യാപികയാണ്. അവർ രണ്ടുപേരും കൂടി അവരുടെ +1 പഠിക്കുന്ന ഒരു മകനെ കൗൺസിലിങ്ങിനായിട്ട് കൊണ്ടുവന്നപ്പോൾ 10ാം ക്ലാസ് വരെ ഫുൾ A+ ഒക്കെ വാങ്ങി വളരെയധികം മിടുക്കനായിട്ട് മുന്നേറിയിരുന്ന ഒരാളാണ് അദ്ദേഹം.
10ാം ക്ലാസ്സിന് ശേഷം പഠിച്ച എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂട്ടുകെട്ടുമൊക്കെ ആയിട്ട് അവൻ മെല്ലെ മെല്ലെ ഒരു ഗ്യാങ്ങിൽ പോയി പെടുകയാണ്. ആ ഗ്യാങ്ങിൽ പോയി പെട്ടിട്ട് അവിടെ എല്ലാ അവൈലബിലിറ്റി ഉണ്ട്, എല്ലാ ഡ്രഗ്സ് കാര്യങ്ങൾക്കൊക്കെ അവൈലബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഫോണിന് അടിമയാണ്. അതോടൊപ്പം തന്നെ ഈ മയക്കുമരുന്നുകൾക്കും ചെറിയ രീതിയിലൊക്കെ അടിമയായി തീർന്നു. അവൻ പരീക്ഷകളിലൊക്കെ തോറ്റു. അവർക്ക് കോൺസെൻട്രേഷൻ ഇല്ല. വീട്ടിലെപ്പോഴും വഴക്കുണ്ടാക്കുന്നു. മാതാപിതാക്കളെ തീരെ ബഹുമാനിക്കുന്നില്ല. തോന്നിയ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, തോന്നിയ സമയത്ത് വീട്ടിലേക്ക് വരുന്നു. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിന്റെ അവസ്ഥയാണ് ഇപ്പോൾ. നമ്മളിപ്പോ അവനെ ട്രീറ്റ്മെന്റിന് വിധേയനാക്കുന്നു. ചെറിയ രീതിയിൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് മെല്ലെ മെല്ലെ നമുക്ക് അവനെ ആകെ അങ്ങ് മാറ്റണം. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ അവനെ രക്ഷിച്ചെടുക്കാനായിട്ടുള്ള കാര്യങ്ങൾക്ക് മാതാപിതാക്കൾ 100% സപ്പോർട്ട് ഉള്ളത് കൊണ്ട് അത് നമുക്ക് ചിലപ്പോൾ സാധ്യമാകും എന്ന് കരുതുന്നു. ചില കാര്യങ്ങളിലൊക്കെ വളരെയധികം ശോചനീയമായ അവസ്ഥയിൽ അധപതിച്ചു പോയിട്ടുള്ളതാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ പ്രായത്തിൽ വന്നതുകൊണ്ട് നമുക്ക് അവനെ നല്ല രീതിയിൽ തന്നെ രക്ഷിച്ചെടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ അങ്ങയുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് സ്കൂൾ കുട്ടികൾ പോലും MDMA പോലുള്ള മാരകമായിട്ടുള്ള രാസലഹരികളുടെ അടിമകളായിട്ട് മാറുന്നു. കൊട്ടേഷൻ സംഘങ്ങളെ പോലെ സ്കൂൾ ക്യാമ്പസുകളിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന വിദ്യാർത്ഥിനികൾ പോലും തെരുവിൽ അടികൂടുന്ന അവസ്ഥ. പലപ്പോഴും ഇത്തരം സംഭവങ്ങളുടെ പിന്നാമ്പുറങ്ങൾ നാം ചെയ്യുമ്പോൾ അതിന് ലഹരിക്ക് കൃത്യമായിട്ടുള്ള ഒരു പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊരു പശ്ചാത്തലത്തിൽ ഈ കുട്ടികൾ, ഈ വളർന്നു വരുന്ന സ്കൂൾ കുട്ടികൾ, അവർ എങ്ങനെയാണ് ഈ ഒരു ട്രാപ്പിൽ പെട്ടുപോകുന്നത്? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ? തീർച്ചയായിട്ടും ഇവിടെ ലഹരി മാഫിയ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വർത്തമാനകാലത്തുള്ള മീഡിയകളിൽ നിന്നും, അതുപോലെ തന്നെ നമ്മൾ വെറുതെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചാൽ സ്കൂളിന്റെ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം പല കുട്ടികളും പല ചെറിയ ചെറിയ കുറച്ചുകൂടി മുതിർന്ന ആളുകൾ ബൈക്കിൽ വരുന്നതും അവരോട് സംസാരിക്കുന്നതും, കുട്ടികളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ചില സ്ഥലങ്ങളിൽ, ഇപ്പൊ പാടശേഖരങ്ങളില് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുട്ടികളടക്കി അവിടെ ചെല്ലുന്നതും അവരുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണുമ്പോൾ അറിയാം. ഇതിനെക്കാട്ടിലും കുറച്ച് മുതിർന്ന ഒരു തലമുറയും അവര് കുട്ടികളെ തന്നെ ചട്ടുകങ്ങളാക്കി ഈ മയക്കുമരുന്ന് വ്യാപിപ്പിക്കുന്നതിൽ വളരെയധികം അവര് മുന്നോട്ട് പോകുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ചും അതിനെ ഇപ്പോ ഞാൻ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ഇടവകയുടെ തൊട്ടടുത്ത് നിന്ന് ഞാൻ അവിടെ ഇടവകയിൽ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു വാടകയ്ക്ക് ഒരു ചെറിയ ഒരു കുടുംബം വരികയാണ്. ആ വാടകയ്ക്ക് വന്നിട്ട് അവര് ഈ മയക്കുമരുന്ന് MDMA കാര്യങ്ങളും വിൽക്കുന്ന ഒരു ടീമായിരുന്നു. അത് 16, 17, 18 വയസ്സ് 2 കുട്ടികളാണ്. അവർ രണ്ടുപേരുടെയും മാതാപിതാക്കള് വിദേശത്താണ്. കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ 20, 21 വയസ്സായിട്ടുണ്ടാവാം. 2 സഹോദരന്മാരും പിന്നെ അടുത്തുള്ളവരൊക്കെ കൂടിയിട്ട് നമ്മുടെ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ വീടുകളിൽ ഇപ്പൊ അടുത്തവരെ പോലീസ് പിടിച്ചു. അവരുടെ വീടുകളിൽ വൈകുന്നേരം പലരും വരികയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഭാഗത്തുള്ള കുട്ടികളെ നശിപ്പിക്കാണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികള് ഈ ട്യൂഷനൊക്കെ പോകുന്നത് വിജനമായ സ്ഥലത്ത് കൂടെ, പാടത്തു കൂടെയൊക്കെയാണ് ട്യൂഷൻ പോകുന്നത്. വൈകുന്നേരം ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് കുറെ മണ്ടത്തരങ്ങൾ ഇപ്പൊ പറ്റുന്നുണ്ട്. അതിൽ ട്യൂഷനാണ് ഏറ്റവും വലുതെന്ന് വിചാരിച്ചിട്ട് അവർ കുട്ടികളെ ഇങ്ങനെ ട്യൂഷന് തന്നെ കൂടും. പെൺകുട്ടികൾ പോലും 8 മണിക്കും 9 മണിക്കൊക്കെ സൈക്കിളിൽ ട്യൂഷൻ സെന്ററിലേക്ക് വിട്ടുന്നു പോകുമ്പോൾ ആ പോകുന്ന വഴിയില് ചില ആളുകൾ കാത്തിരിക്കുകയും കുട്ടികളുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുകയും കുട്ടികൾക്ക് പലതും കൈമാറുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ പാവം മാതാപിതാക്കൾ അറിയുന്നില്ല. അല്ലെങ്കിൽ കുട്ടികൾ ട്യൂഷനാണ് പഠിക്കാൻ പോകുന്നതെന്നാണ് മാതാപിതാക്കൾ വിചാരിക്കുന്നത്. പലപ്പോഴും പല കെണികളിലേക്കും ഇതുപോലുള്ള പ്ലാൻ ചെയ്ത് തന്നെ അതിന്റെ ലിങ്കുകൾ അവരെ കുട്ടികളെ പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന് ശക്തമായിട്ടുള്ള നടപടി പലപ്പോഴും അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പോലീസൊക്കെ അതുകൂടെ പോകുന്നൊക്കെ കാണാറുണ്ടെങ്കിലും പലപ്പോഴും പിടിച്ചു കാണാറില്ല. ഈ ലാസ്റ്റ് ഇങ്ങനെ ചെയ്ത ആളുകളെ അവര് പോലീസ് പിടിച്ചു. അപ്പൊ അങ്ങനെ അവരിൽ നിന്ന് കുറച്ചധികം ലഹരി ഒക്കെ കണ്ടെടുക്കാനായിട്ട് സാധിച്ചു. ഇതൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിൽ, ഉൾഗ്രാമങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഉൾഗ്രാമങ്ങളിൽ പോലും ഇതിങ്ങനെയാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടടുത്തും ടൗണിലും ഒക്കെ ഇതിന്റെ അവൈലബിലിറ്റി വളരെയധികം കൂടുതലാണ്. കുട്ടികൾക്ക് ഇത് കയ്യിൽ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ സ്വന്തം മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ കുട്ടികളെ അമിതമായിട്ട് കണ്ണടച്ച് വിശ്വസിച്ച് എന്റെ കുട്ടി ഇത് ചെയ്യില്ല, എന്റെ കുട്ടി ഇതിൽ പെടില്ല എന്നാണ് അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ ഒരു മൂഢവിചാരം. അതിൽ നിന്നൊക്കെ മാറേണ്ടിയിരിക്കുന്നു. എപ്പോഴാണ് കുട്ടികളെ ഈ കടിയിൽ കൊടുക്കാനായിട്ട് ആളുകൾ
കച്ചകെട്ടിയിരിക്കുകയാണെന്നുള്ള ഒരു സാഹചര്യം നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, വളരെ വ്യക്തമാണ് അച്ഛാ. ഞാൻ അടുത്ത ഘട്ടത്തിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ശ്രീ ചാർലി പോൾ, ഈ ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത്രയും വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പലരും പങ്കുവയ്ക്കുന്ന ഒരു ചിന്തയാണ്, അതായത് കോവിഡ് കാലഘട്ടത്തില് ഒരു കോവിഡ് രോഗിയെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ രോഗിയുടെ ഒരു റൂട്ട് മാപ്പ് തപ്പിപ്പിടിച്ച് ആ രോഗിക്ക് എവിടെ നിന്നാണ് രോഗം കിട്ടിയത്, അല്ലെങ്കിൽ ആ രോഗി സഞ്ചരിച്ച എല്ലാ വഴികളും, അത് ചായക്കട ഉൾപ്പെടെ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾ ഉൾപ്പെടെ ഊടുവഴികൾ ഉൾപ്പെടെ എല്ലാ വഴികളും കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ ലഹരി മാഫിയയ്ക്ക് പൂട്ടിടാൻ അത്തരത്തിലുള്ള ഒരു ചിന്ത എന്തുകൊണ്ട് വരുന്നില്ല എന്നൊരു ചോദ്യം ചിലരെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. പലപ്പോഴും പലരും ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ഒരു ലഹരി കേസിൽ അതിന്റെ തൊട്ടടുത്ത കണ്ണിയെ മാത്രം പിടിക്കാൻ സാധിക്കുന്നു, അതിന്റെ അപ്പുറത്തേക്ക് പലപ്പോഴും പോകുന്നില്ല, അതിന്റെ സോഴ്സിലേക്ക് പോകുന്നില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഒപ്പം മറ്റൊരു കാര്യം കൂടി, ഈ ബോധവൽക്കരണം വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്, അത് കാലാകാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഈ ബോധവൽക്കരണം എത്രത്തോളം ഒരു എഫക്റ്റീവ് ആവുന്നുണ്ട് കേരളത്തിലെ ഒരു ലഹരി മാഫിയയ്ക്ക് ഒരു തടയിടുവാൻ? അഡ്വക്കേറ്റ് ശ്രീ ചാർലി പോൾ. ആദ്യം പറഞ്ഞതിന് ഞാൻ ഉത്തരം പറയാം. ഒന്ന്, കോവിഡ് കാലത്ത് അടുത്തയാളെ നമുക്ക് അവര് ആ വിവരം വെളിപ്പെടുത്തുമായിരുന്നു, അങ്ങനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇതിപ്പോ നമ്മൾ ലഹരി ആരിൽ നിന്ന് വാങ്ങിച്ചു എന്നുള്ള ആളുടെ വിശദാംശങ്ങൾ അയാൾക്ക് അറിയില്ല, അത് ചോദിക്കാനും പാടില്ല. അപ്പൊ അങ്ങനെ അവര് ഒരുപക്ഷെ ഒരു ഗൂഗിൾ മാപ്പ് വഴി ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് നമ്മൾ പറയുകയാണ്, ഒരുപക്ഷെ അവരുടെ ഫോണിലെ മെസ്സേജ് വഴി കണ്ടെത്താൻ പറ്റുമായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള കണ്ണികള് നിഗൂഢമാണ്. പിന്നെ ഇപ്പോ കണ്ടെത്തുന്നത് പലതും ഒറ്റ കൊടുക്കുന്നതുകൊണ്ടും ഇപ്പൊ വ്യാപകമായി പോലീസിന്റെ യോദ്ധാവ് എന്ന നമ്പറിൽ വിളിച്ചറിയാൻ പറ്റും. അങ്ങനെ ഒറ്റ വഴിയാണ് അധികവും കണ്ടെത്താൻ പറ്റുന്നത്. അല്ലാതെ നമുക്ക് ചെയിൻ പോലെ കണ്ടെത്താൻ എങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരു പച്ച ഷർട്ട് ഇട്ട ആളാണ് തന്നെയെന്ന് പറയാവുന്നല്ലാതെ അയാളുടെ വിശദാംശങ്ങൾ വെളിവാക്കി ഈ ആൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഒരു ഏജൻസി മാത്രമല്ല, പല ഏജൻസികളാണ് ഈ മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഏർപ്പെടുന്നതെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല കണ്ണികളിലൂടെയാണ് ഈ സംഗതി കേരളത്തിൽ വരുന്നത്. എനിക്ക് പറയാനുള്ളത്, ഈ മദ്യം പോലെയല്ല രാസലഹരികൾ. മദ്യം എന്ന് പറഞ്ഞത് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തന്നെ ഇവിടെ ലൈസൻസ് എടുത്ത് കൊടുത്ത് വിതരണം ചെയ്യുന്ന വസ്തുവാണ്. ലഹരി മരുന്നുകൾ, രാസലഹരികൾ നിരോധിക്കപ്പെട്ട വസ്തുവാണ്. ഈ നിരോധിക്കപ്പെട്ട വസ്തുക്കള് ആർക്കും ലഭ്യമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത സർക്കാരിനാണ്. അത് ഞാൻ ആദ്യം എടുത്തു പറയാം. രണ്ടാമത്തെ കാര്യം, കുട്ടികളുടെ ജീവിത പരിസരങ്ങൾ സുരക്ഷിതമാക്കാനുള്ള ബാധ്യതയും സർക്കാരിനാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വ്യാപകമാകുമ്പോൾ ഒന്നാം പ്രതിസ്ഥാനത്ത് സർക്കാർ തന്നെയാണ്. പക്ഷെ ഞാൻ അത് സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തുന്നില്ല. ഈ കുട്ടികൾ അങ്ങനെ പോയിട്ടും ആവശ്യക്കാരുണ്ടായിട്ടുമാണല്ലോ ലഹരി ഇവിടെ വ്യാപകമാകാൻ ഇടവരുന്നത്. അപ്പൊ അതിന്റെ സാഹചര്യങ്ങൾ നേരത്തെ അച്ഛൻ സൂചിപ്പിച്ച പോലെ വ്യത്യസ്ത തലങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, ഈ കോവിഡ് കാലഘട്ടത്തിൽ 2 വർഷക്കാലത്തോളം കുട്ടികൾ വീട്ടിലിരുന്നപ്പോ മറ്റ് ബന്ധങ്ങളോ സാമൂഹ്യ ബന്ധങ്ങളോ ഒക്കെ ഇല്ലാത്ത അവസ്ഥയിൽ ഫോണിന് അഡിക്ഷൻ ആവുകയും ഫോണിലെ കാര്യങ്ങളിൽ, പ്രത്യേകിച്ചും അതിനായിട്ടുള്ള ലൈംഗിക കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ കുട്ടികൾ അഡിക്റ്റ് ആയിപ്പോയി. അത് അവരുടെ ബ്രെയിനിനെ ബാധിച്ചിട്ടുണ്ട്. അത് ആ കാലഘട്ടത്തിൽ തന്നെ 300ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലര് ഈ നഴ്സറി ക്ലാസ്സുകളെ കുട്ടികളെയൊക്കെ തന്നെ പരസ്പരം സംസാരിക്കാൻ കഴിയാതെ സംസാരശേഷി പോലും നിന്നുപോയിട്ടുണ്ട്. അങ്ങനെ ഗുരുതരമായി സമൂഹത്തെ ബാധിച്ച ഒരു പ്രശ്നമാണ് കോവിഡ് കാലഘട്ടം. കോളേജുകളിലൊക്കെ നമ്മൾ ട്രെയിനിങ് ചെല്ലുമ്പോൾ അവർ പറയാറുണ്ട്, ഈ കോവിഡ് കാലം കഴിഞ്ഞ് കോളേജും സ്കൂളും തുറന്നപ്പോ കുട്ടികളുടെ സ്വഭാവത്തിൽ ആകെ മാറ്റം വന്നു. അപ്പൊ അതിന്റെ ആ മാറ്റം എന്താണെന്ന് മനഃശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തി പരിഹരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. രണ്ടൊന്ന്, ഈ തുടക്കത്തിൽ ജോർജ് സൂചിപ്പിച്ച പോലെ ഈ പഞ്ചാബിനെ തകർത്ത ലോബി ആരാണെന്ന് ഞാൻ പറയുന്നില്ല. ആ ലോബി നമ്മളറിയാം, പോലീസിലെ പട്ടാളത്തിലൊക്കെ ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകളെ സംഭാവന ചെയ്തു. ഏറ്റവും കൂടുതൽ തലയെടുപ്പുള്ളവരുമായിരുന്നു പഞ്ചാബി. ആ പഞ്ചാബികളെ തകർത്തത് ആരാണെങ്കിലും അവർക്ക് ഒരു അജണ്ടയുണ്ട്. നമ്മൾ ഓർക്കുക, കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വെച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിലെ ചില കണക്കുണ്ട്. പഞ്ചാബിൽ 6.6 മില്യൺ പേർ മയക്കുമരുന്നിന് അടിമകളായി മാറി. 10നും 17 വയസ്സിനും ഇടയ്ക്കുള്ള 6,97,000 കുട്ടികളാണ് മയക്കുമരുന്നിന് അടിമകളായി മാറിയത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എടുത്താൽ 7 ആൺകുട്ടികളും 6 പെൺകുട്ടികളും ലഹരിക്ക് അടിമകളാണ്.
ഇന്ത്യയിൽ ഒട്ടാകെ മരിച്ച ആളുകൾ എടുക്കുമ്പോൾ 21% പേരും പഞ്ചാബിലാണ് മരിച്ചത്. ഒരു കാര്യം ഞാൻ പറയാം, പഞ്ചാബിലേക്ക് ലഹരി വരുന്ന പ്രധാന 2 കേന്ദ്രങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്. അഫ്ഗാനിസ്ഥാൻ എടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്, അഫ്ഗാനിസ്ഥാനാണ് ലോകത്തെ ഏറ്റവും അധികം ലഹരി മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അവിടുത്തെ 33% ഭൂപ്രദേശവും ഒപ്പിയം പാടങ്ങളാണ്. അപ്പൊ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലഹരി മരുന്നുകളുടെ ഏറ്റവും വലിയ വിപണന കേന്ദ്രം ഇന്ത്യയാണ്. അപ്പൊ അത് വലിയൊരു വിഷയമായി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അപ്പോ കടൽ വഴിയും കര വഴിയും വിമാന മാർഗവും ഒക്കെ ലഹരി എത്തുന്നുണ്ട്. ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മാത്രമല്ല, മറ്റൊരുപാട് രാജ്യങ്ങളിൽ നിന്നും ലഹരിയുടെ എത്തുന്നുണ്ട്. അപ്പൊ ലഹരിയുടെ പ്രധാനപ്പെട്ട ഒരു വിപണന കേന്ദ്രമായി ഇന്ത്യ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആ എല്ലാ തരത്തിലും ഉള്ള ലഹരികൾ ഇവിടെ വരുന്നതിനെ ഒന്നുകിൽ വിമാന കടൽ മാർഗം നമ്മൾ തടയേണ്ടതാണ്, കര വഴി വരുന്നതിനെ നമ്മൾ തടയാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ സർക്കാർ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. ട്രെയിൻ വഴിയും നമുക്ക് മയക്കുമരുന്ന് എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഏതാണ്ട് 40 ലക്ഷത്തോളം വരും. ഇവരും അധികം പേരും ലഹരി വാഹകരാണ്. നമുക്ക് പിടിക്കപ്പെടുന്ന ആളുകൾ എടുത്താൽ അറിയാം, ബംഗ്ലാദേശിൽ പോലും വന്ന് ഇവിടെ ലഹരി വിൽക്കുന്നവരുണ്ട്. അപ്പൊ ട്രെയിനിലൊക്കെ സ്നിഫർ ടൈപ്പ് നായ്ക്കളെ ഉപയോഗിച്ചിട്ട് ലഹരി കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇതിവിടെ വന്നു ചേരുന്ന ഉറവിടങ്ങളെ ആ ഉറവിടങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തി നശിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു കുഴപ്പം കൂടിയുണ്ട്. ഇപ്പൊ നമ്മള് ബാംഗ്ലൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം ലഹരി പിടിച്ചു. പക്ഷെ ബാംഗ്ലൂരിൽ പോയി നമുക്ക് ലഹരി പിടിക്കുമ്പോൾ അത് കേസെടുക്കാനോ ഒക്കെ കേന്ദ്ര നിയമങ്ങൾക്ക് ചില വിഷയമുണ്ട്. അതുകൊണ്ട് അതൊക്കെ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ രാസവസ്തുക്കൾ നിർമ്മിക്കുന്ന പല ഫാക്ടറികളും ലഹരി മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അവിടെ നമ്മൾ അപ്പൊ ഇന്ത്യക്കകത്തും ഇതുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഇത് കേരളത്തിൽ നിന്ന് പോയി ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കേന്ദ്ര നിയമങ്ങളും കർക്കശമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ആ തരത്തിൽ നമുക്ക് ലഹരി മരുന്നുകളുടെ വ്യാപനത്തെ പ്രതിരോധിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാവുന്നതെല്ലാം ചെയ്യേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ യുവതലമുറ, നമുക്ക് 23 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് വ്യാപകമായി ലഹരി മരുന്നിന് അടിമപ്പെട്ടു പോകുന്നത്. അപ്പൊ യുവജനങ്ങളെയാണ് ആരാണെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നത്. യുവജനങ്ങൾ പാഴ്ജന്മങ്ങളായി മാറുകയാണ്. മദ്യം പോലെ അല്ല ഇത്. കാരണം മദ്യം കഴിച്ചാൽ സംഭവിക്കുന്നതിന്റെ ഒക്കെ എത്രയോ മടങ്ങാണ് തലച്ചോറിനെയാണ് എല്ലാ രാസലഹരിയിലും ബാധിക്കുന്നത്. എലിക്കണി പോലെയാണ്, പെട്ടാൽ പെട്ടു. അതിനകത്ത് നമുക്ക് കടന്നു പോരാൻ പറ്റില്ല. പ്രത്യേകിച്ചും തലച്ചോറ് നമുക്കറിയാം, ആയിരക്കണക്കിന് കോടാനുകോടി ന്യൂറോണുകൾ ചേർന്നതാണ്. ആ ന്യൂറോണുകളിൽ ന്യൂറോടോക്സിൻസുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുവാണ്. ആ ന്യൂറോണുകൾ ഈ രാസമരുന്നുകൾ ഉപയോഗിക്കുന്നതോടുകൂടി ഛിന്ന ഭിന്നമാക്കപ്പെടുകയാണ്. അങ്ങനെ മസ്തിഷ്കം തകർന്ന മരവിച്ച മസ്തിഷ്കമുള്ള മനുഷ്യനായിട്ട് കേരളത്തിലെ യുവതലമുറ മാറുകയാണ്. ഇപ്പം നമ്മളിപ്പോ ചികിത്സിച്ച് കൗൺസിലിംഗ് വഴിയോ നമ്മള് തെറാപ്പി വഴിയോ ഇവനെ വീണ്ടെടുക്കാമെന്ന് വിചാരിച്ചാലും വീണ്ടെടുക്കപ്പെടുന്ന മനുഷ്യൻ ഒരു വെജ് ജീവിതമായിരിക്കും നയിക്കുക. പഴയ ചിന്താശേഷിയോ ചലനശേഷിയോ അല്ലെങ്കിൽ തീരുമാനമെടുക്കാനുള്ള കഴിവോ എല്ലാം തലച്ചോറ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. അതുകൊണ്ട് അത്രമേൽ ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നുള്ള പ്രധാന വസ്തുണ്ട്. പിന്നെ ഈ രാസലഹരി ഉപയോഗിക്കുന്ന ആളുകൾ നേരത്തെ പ്രസാദ് സൂചിപ്പിച്ച പോലെ ഏറ്റവും അടുത്ത ബന്ധുക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ തൊട്ടു മുമ്പിൽ കാണുന്ന ആളെ തുറിച്ചു നോക്കിയെന്ന് പോലും കുത്തിക്കൊന്ന സംഭവങ്ങൾ കേരളത്തിലുണ്ട്. എന്താ ഇതിന് സംഭവിക്കുന്നത്? ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞ രാസവസ്തുവാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് ക്രമാതീതമായി ഈ രാസലഹരി ഉപയോഗിക്കുമ്പോൾ ക്രമാതീതമായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ തലയിൽ ചിത്തഭ്രമം ഉണ്ടാവുകയാണ്. ഈ ചിത്രഭ്രമം എന്ന് പറഞ്ഞ ഭ്രാന്താണ്. ഭ്രാന്തുണ്ടാവുന്ന ഒരു മനുഷ്യന് വിവേചന ശക്തി നഷ്ടപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ തലച്ചോറിന്റെ മുൻവശത്തുള്ള പ്രീഫോണ്ടൽ കോർട്ടക്സ് അല്ലെങ്കിൽ പ്രീഫോണ്ടൽ ലോബ് ഉണ്ട്. ഈ ലോബാണ് വിവേചനാധികാരം മനുഷ്യന് നൽകുന്നത്. മൃഗത്തിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ മാറുന്നതിന് പ്രീഫോണ്ടൽ കോർട്ടക്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോ ഏത് സന്ദർഭത്തിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, മനുഷ്യത്വപരമായിട്ടുള്ള തീരുമാനിക്കുന്ന ഫ്രീ ഫോണ്ടൽ കോർട്ടക്സിനെ ഈ ലഹരി മരുന്നുകൾ തകർത്ത് കളയും. അതുകൊണ്ട് തന്നെ ആ വിവേചനാധികാരം നഷ്ടപ്പെടുന്ന മനുഷ്യൻ മൃഗതുല്യനോ മൃഗത്തെക്കാൾ മോശമായിട്ട് മാറുന്നു എന്നുള്ളതുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര ഭീകരമായ കൊലപാതകങ്ങളും മറ്റും നടക്കുന്നത്. മറ്റൊന്ന്, പല വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായ മനുഷ്യരുണ്ട്. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ട്, തകർന്ന ഫാമിലിയിൽ നിന്ന് വന്നവരുണ്ട്, സിംഗിൾ പാരന്റിംഗ് ഉണ്ട്, ടോക്സിക് പാരന്റിംഗ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് തരം പ്രശ്നങ്ങൾ രൂപപ്പെട്ട കുട്ടികളുണ്ട്. ഒപ്പം ലോകത്താകമാനം എടുത്താൽ അതിന്റെ 20% കുട്ടികൾക്ക് പെരുമാറ്റ വൈകല്യങ്ങളുള്ള കുട്ടികളാണ്. ഇവരൊക്കെ തന്നെ ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് അവരുടെ
ഹിംസാത്മക വാസന ട്രിഗർ ചെയ്യും. ആ ട്രിഗർ ചെയ്യുമ്പോൾ അവരെ പെട്ടെന്ന് വയലന്റ് ആയി മാറുകയും ചെയ്യും. ഒപ്പം തന്നെ സിനിമ പോലുള്ള മാധ്യമങ്ങൾ, നമുക്കറിയാം ചുരുളി മുതൽ മാർക്കോ വരെയുള്ള സിനിമകൾ എടുത്തു നോക്കിയാൽ ഈ സിനിമകളൊക്കെ തന്നെ അക്രമാസക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഈ അക്രമാസക്തി, വയലൻസ്, ഇപ്പൊ മാർക്കോ സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള സിനിമ എന്നാണ്. ഇപ്പൊ ഈ ഇന്നിറങ്ങിയിരിക്കുന്ന നമ്മുടെ എമ്പുരാൻ എടുക്കുമ്പോഴും അതിനേക്കാൾ ഭീകരമാണ് വയലൻസ് എന്ന് പറയുന്നുണ്ട്. ഈ വയലൻസ് പോലുള്ള സംഗതികൾ കുത്തി നിറയ്ക്കുന്നതിനെതിരെ സെൻസർ ബോർഡ് ശക്തമായി നടപടിയെടുക്കേണ്ടിയിരിക്കുന്നു. ഈ വയലൻസ് കാണുന്ന ഒരു മനുഷ്യൻ അവൻ ബലഹീനനാണെങ്കിൽ, മാനസികാരോഗ്യം ഇല്ലാത്തവനാണെങ്കിൽ ആ വയലൻസ് പകർത്തും. അതുകൊണ്ട് അത്തരം സിനിമകളെ നിരോധിക്കേണ്ടിയിരിക്കുന്നു. അതും കുട്ടികളിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വിധത്തിലുമുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ, ഇപ്പോ ഒരു സ്വാമിയുടെ ലിംഗം മുറിച്ച ഒരു സംഭവം ഉണ്ടായി. തുടർന്ന് ഇങ്ങോട്ട് നോക്കിയേ, ഒരുപാട് അത്തരം കേസുകൾ സമൂഹത്തിലുണ്ടായി. ഇപ്പൊ ആത്മഹത്യകളുടെ തുടർച്ചയായ റിപ്പോർട്ടിംഗ് വരുന്ന സമയങ്ങളിൽ ആത്മഹത്യാ നിരക്ക് കൂടുതലാണ്. ഇപ്പൊ ദൃശ്യം സിനിമ ഇവിടെ ഇറങ്ങി, ഒപ്പം തന്നെ ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ ഇറങ്ങി. അപ്പൊ അതുകൊണ്ട് തിന്മയെ പ്രചരിപ്പിക്കുന്ന മാധ്യമ സംസ്കാരവും ഒരു പരിധിവരെ കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഗുരുതരമായ ഭവിഷ്യത്തിനെ നേരിടാൻ വലിയ തോതിലുള്ള ക്രിയാത്മകമായ സമീപനവും ഒക്കെ നമ്മൾ രൂപീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഏതെല്ലാം തലങ്ങളിൽ കുട്ടികൾ മനഃശാസ്ത്രപരമായ വിഷയം നേരിടുന്നു എന്നുള്ള സമഗ്രമായ പഠനം നടക്കേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മറ്റ് സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും അവരുടെ മുഖ്യ അജണ്ടയായിട്ട് ലഹരി വിരുദ്ധ പ്രവർത്തനം എടുക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ സർക്കാരിനെ മാത്രം പഴിചാരാതെ എല്ലാവരും അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിച്ചെങ്കിൽ മാത്രമേ ഈ അപായം മുനമ്പിലായി കഴിഞ്ഞ കേരളത്തെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയും. ഓക്കെ, വളരെ വ്യക്തമാണ്, ഭംഗിയായിട്ട് തന്നെ അങ്ങ് അത് അവതരിപ്പിച്ചു. ശ്രീ പ്രസാദ് കുരുവിള, നമുക്കറിയാം വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചാബിനെ സംബന്ധിച്ച് ചില മാധ്യമങ്ങളിൽ ചില വാർത്തകളൊക്കെ വന്നിരുന്നു. പഞ്ചാബ് നമുക്കറിയാം ഇന്ത്യൻ സൈന്യത്തിലേക്കും ഒക്കെ വളരെ മിടുക്കരായിട്ടുള്ള യുവജനങ്ങളെ സംഭാവന ചെയ്തിരുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ആ പഞ്ചാബിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ യുവജനങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ അത്തരം ലക്ഷ്യത്തോടു കൂടി തന്നെ ലഹരി മാഫിയ പഞ്ചാബിനെ പിടിമുറുക്കിയ വാർത്തകൾ പലപ്പോഴും അത്തരത്തിലുള്ള റിപ്പോർട്ടിങ്ങുകളൊക്കെ നാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളം സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനം, എല്ലാ തരത്തിലും നോക്കുമ്പോൾ ഒരു കാലഘട്ടം വരെ നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മുൻപന്തിയിൽ നിന്നിരുന്ന സംസ്ഥാനം, ഇവിടുത്തെ ജനങ്ങളെ കുറിച്ച് ലോകമെമ്പാടും വളരെ ആദരവോടുകൂടി തന്നെ നോക്കി കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ യുവജനങ്ങളെ, കേരളത്തിലെ യുവജനങ്ങളെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടി ഈ നാർക്കോട്ടിക് ഭീകരത ഒരു പിടി മുറുക്കുന്നതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? പലപ്പോഴും കേരള തീരം കേന്ദ്രീകരിച്ച് 25,000 കോടിയുടെ അല്ലെങ്കിൽ 10,000 കോടിയുടെ ലഹരി മരുന്ന് പിടിച്ചു എന്ന വാർത്തകൾ വരുമ്പോൾ അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വ്യക്തമായിട്ടുള്ള ഒരു സൂചനയുണ്ട്. ഈ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നിന് ഇവിടെ ഉപഭോക്താക്കളുണ്ട്, അല്ലെങ്കിൽ അവരിവിടെ കൊണ്ടുപോയി അത് വിൽക്കത്തില്ല. അപ്പോൾ അതിനാൽ തന്നെ ഒരു അജണ്ടയോടുകൂടി, ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ കേരളത്തിൽ ഈ ലഹരി മാഫിയ പിടിമുറുക്കുന്നതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും? ശ്രീ പ്രസാദ് കുരുവിള. വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയെയാണ് നമ്മുടെ നാട് നേരിടുന്നത്. ആ പ്രതിസന്ധി എന്ന് പറയുന്നത് കോവിഡ് മഹാമാരിയെ ആ ഒരു കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുമാർ ഉള്ള ഒരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇവിടെ 24,000 കോടി രൂപയുടെ ലഹരിയുടെ ബിസിനസ്സാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. സന്തോഷം തോന്നുന്നു, നമ്മുടെ എല്ലാ മാധ്യമങ്ങളും എല്ലാ സാമൂഹ്യ സംഘടനാ പ്രസ്ഥാനങ്ങളും സമുദായങ്ങളും ഒക്കെ തന്നെ ഈ മഹാമാരിക്കെതിരെ രംഗത്തുണ്ട് എന്നുള്ളത്. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 24,000 കോടിയുടെ ബിസിനസ് ഈ നാട്ടിൽ നടക്കുമ്പോൾ ഇതിന്റെ ഉറവിടം എവിടാണ് എന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. അത് മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് എത്തപ്പെടുന്നുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തപ്പെടുന്നുണ്ട്. അതെല്ലാം ലഹരിക്ക് പറ്റിയ ഒരു കേന്ദ്രമാണ് നമ്മുടെ സംസ്ഥാനം എന്നുള്ള ബോധ്യത്തോടെ ആ ലഹരിയെ വ്യാപിപ്പിച്ചാൽ അധികാര കേന്ദ്രങ്ങൾ അത്രയ്ക്ക് അത് രംഗത്തൊത്തില്ല, അവർ കണ്ണടച്ചിരിക്കും എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ലഹരിയുടെ വ്യാപനം ഇത്രമാത്രം നടക്കുന്നത്. എനിക്ക് കൃത്യമായിട്ടറിയാം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് സ്കൂളുകൾ, 1140ഓളം സ്കൂളുകൾ ലഹരി മാഫിയയുടെ നിരീക്ഷണത്തിലോ അവരുടെ ഒരു ശ്രദ്ധയിലോ ഉണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായിട്ട് ഗവൺമെന്റിന്റെ ഒരു കണക്കുള്ളത്.
ഇത് ഏറ്റവും കൂടുതൽ യുവജനങ്ങളെ ബാധിക്കുന്നു. നമ്മൾ എവിടെ നോക്കിയാലും ശ്രദ്ധിക്കാൻ പറ്റുന്നത് ഈ മദ്യം കഴിച്ചുകൊണ്ടിരുന്നവരല്ല ഈ മയക്കുമരുന്നിലേക്ക് കടന്നിരിക്കുന്നത്. അത് നമ്മുടെ യുവതലമുറയാണ്, നമ്മുടെ കൊച്ചു കുട്ടികളാണ്. 8ലും 9ലും 10ലും 11ലും 12ലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ ഇവരെ സ്വാധീനിക്കുന്നു. എങ്ങനെയാണ് ഇത് സ്വാധീനിക്കുന്നത്? അത് ഇവര് ബൈക്കുകളിൽ എത്തുന്നു. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കൗമാര കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളാണല്ലോ ഇവർ ഏറ്റവും അധികം ഇപ്പം ഇവർ സ്വാധീനിക്കുന്നത്. പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ശ്രദ്ധിച്ച് പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനും ഒരു കൗൺസിലറാണ്, UGC അപ്രൂവ്ഡ് കൗൺസിലറാണ്. ഇവരുടെ ഈ കൊച്ചു പ്രായത്തിൽ ഏകദേശം 10 വയസ്സ് മുതൽ 18-20 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അപ്പന്റെയും അമ്മയുടെയും സ്നേഹത്തിൽ അപ്പുറത്തുള്ളൊരു സ്നേഹം, ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിനും അപ്പുറത്തുള്ളൊരു ഒരു സ്നേഹബന്ധം അവർക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വളർച്ചാ കാലഘട്ടത്തിൽ. ആ സമയത്ത് അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്ക്, ആൺകുട്ടികള് ആ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നില്ല. നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്ന എന്താണ്? അവനെ നോക്കിയാൽ അല്ല അവളെ നോക്കിയാൽ അത് ഏറ്റവും വലിയ പാപമാണ്, തിന്മയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു പരിധി വരെ ആ ഒരു അവസ്ഥയിലേക്ക് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ടീനേജ് പ്രായത്തിലെ കൗമാര പ്രായ കാലഘട്ടത്തിൽ ഇവർക്ക് ആ രീതിയിലുള്ള ഒരു സൗഹൃദം, നിയന്ത്രിത ഒരു സൗഹൃദം അവർക്കത് ലഭിക്കുന്നില്ലാത്തത് കൊണ്ട് ആ സമയത്ത് ബൈക്കുകളിൽ, വലിയ ഷോയുള്ള ബൈക്കുകളിൽ, ആ ബൈക്കുകളിൽ വരുന്നവർ ഐഫോണും 1 ലക്ഷത്തിന്റെയും 2 ലക്ഷത്തിന്റെയും ഒക്കെ ഐഫോണും പിടിച്ച്, അല്ലെ 2 ലക്ഷത്തിന്റെയും 3 ലക്ഷത്തിന്റെയും ഒക്കെ ബൈക്കുകളും പിടിച്ച് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവർ പോലും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസ്ഥിതി പായുമ്പോൾ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ അകത്ത് കിട്ടാത്ത സ്നേഹം, അകത്ത് കിട്ടാത്ത ഫ്രണ്ട്ഷിപ്പ് പുറത്ത് കിട്ടുമ്പോൾ അത് അവരെക്കാളും പ്രായം കൂടിയവരാണെങ്കിലും ഒക്കെ അവരിലേക്ക് തിരിയും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഞാൻ നഴ്സിംഗ് കോളേജിലും അല്ലെങ്കിൽ ഈ മറ്റ് ഹയർ സെക്കൻഡറി സ്കൂളുകളും കോളേജിലും ഒക്കെ നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ചില സംഭവങ്ങളിൽ ബന്ധപ്പെടേണ്ടതുള്ളത് കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവർ ആദ്യം പ്രേമത്തിന്റെ മൂഡിൽ, അതായത് പ്രേമത്തിന്റെ മൂഡിൽ വരുന്നു. പ്രേമത്തിന്റെ മൂഡിൽ വന്ന് കുട്ടികളെ ഈ ലൈൻ മൂഡിലേക്ക്, നാടൻ ഭാഷയിൽ പറഞ്ഞ ലൈൻ മൂഡിലാക്കിയാൽ പിന്നെ അവരെ കൊണ്ട് എന്ത് ആകും? അങ്ങനെ അവരെ വാഹകരാക്കുന്നു, ഉപയോക്താക്കളാക്കുന്നു. അവരെ തന്നെ ഇവര് മറ്റു രീതിയിലേക്ക് ലൈംഗികപരമായി ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ എത്തപ്പെടുന്നു. ഏറ്റവും അധികം സ്കൂളുകളിലാണ് ഇത് കാണപ്പെടുന്നത്, സ്കൂളുകളിലും അതിന്റെ കോമ്പൗണ്ടുകളിലും ഒക്കെ. പക്ഷെ ഒരു പരിധി വരെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ റെപ്യൂട്ടേഷനെ ബാധിക്കും എന്നതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ അത് വലിയ സംഭവമല്ല എങ്കിൽ നമ്മുടെ സ്കൂളും മാനേജ്മെന്റും ഒക്കെ ആ സ്കൂളിൽ വെച്ച് തന്നെ ഒതുക്കി തീർക്കുന്ന സംഭവം ഉണ്ടാകുന്നു. അങ്ങനെ ഒതുക്കി തീർക്കുന്നത് മുഖേന അത് വലിയ സംഭവവികാസങ്ങളിലേക്ക് മാറുന്നു. ഈ സാമൂഹിക രോഗികളെ, ലഹരിക്ക് അടിമപ്പെട്ടവരോ അല്ലെ ലഹരിക്ക് മാഫിയ ആകുന്നവരെയോ ഒരു കാരണവശാലും വെളിച്ചം കാണാത്ത ഒരവസ്ഥയിലേക്ക് അവരെ തടവിൽ പാർപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഇവര് സാമൂഹിക ദ്രോഹികളാണ്. പിന്നെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, നല്ലൊരു ശതമാനം കേസുകളും പിടിക്കപ്പെടുമെന്നുണ്ടെങ്കിൽ ആ പിടിക്കപ്പെടുന്ന കേസുകൾ, ഇപ്പൊ കഞ്ചാവിന്റെ കേസാണെങ്കിൽ 1 കിലോയ്ക്ക് മേലിലാണെങ്കിൽ, അല്ലെ 1 കിലോയ്ക്ക് മേലിലാണെങ്കിൽ മാത്രമേ അവർക്ക് കടുത്ത ശിക്ഷ കിട്ടുന്നുള്ളൂ. അപ്പൊ 1 കിലോയ്ക്ക് മേലിലാണെങ്കിൽ പോലും പോലീസ് ഡിപ്പാർട്ട്മെന്റ് ചെന്ന് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് നിയമപരമായിട്ട് ചെല്ലുന്ന അവസ്ഥയിൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരുപക്ഷെ 999 ഗ്രാമാവും. പോലീസ് സ്റ്റേഷനുകളിൽ നിങ്ങൾ അന്വേഷിച്ചോ, പോലീസ് സ്റ്റേഷനിൽ വിവരാവകാശം വെച്ചെടുത്ത് അന്വേഷിച്ചോ, പിടിക്കപ്പെടുന്ന ഒട്ടുമിക്ക കേസുകളും 999 ഗ്രാമായിരിക്കും. ഇരട്ടപ്പറ്റ പോലെ 999 ഗ്രാമിന് മാത്രം പിടിക്കപ്പെടുന്ന കേസുകളാണ് ശിക്ഷ കുറഞ്ഞു പോവുക. പിന്നെ നമ്മുടെ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരെ, ജനപ്രതിനിധികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഏതെങ്കിലും ഒരു കക്ഷിയെ, ലഹരി മാഫിയയെ പിടിച്ചാൽ, അല്ലെ അതിന്റെ വാഹകനെ പിടിച്ചാൽ അത് നിമിഷ നേരം കൊണ്ട്, മണിക്കൂറുകൾക്കുള്ളിൽ അവരെ പുറത്തിറക്കുന്നുണ്ട് ഇവര്. നമ്മൾ പാലായില് PTA പ്രസിഡന്റുമാരുടെയും ഒപ്പം ഹെഡ്മാസ്റ്റർമാരുടെയും 150ഓളം PTA പ്രസിഡന്റുമാർ, 150ഓളം ഹെഡ്മാസ്റ്റർമാര്, പ്രിൻസിപ്പൽമാര്, ജനപ്രതിനിധികളെ ഒക്കെ MBA MLA എല്ലാം ബന്ധപ്പെടുത്തി ഒരു യോഗം നടക്കുകയുണ്ടായി. അഭിനന്ദനായ പാലാ പിതാവ് സംഘടിപ്പിച്ച, കല്ലറങ്ങാട് പിതാവ് സംഘടിപ്പിച്ച മീറ്റിംഗാണ്. ഞാൻ ആ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു.
നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, യാതൊരു കാരണവശാലും പിടിക്കപ്പെടുന്ന പ്രതികളെ ഏതൊരു ജനപ്രതിനിധി, ഏതൊരു രാഷ്ട്രീയ നേതാവ് അവരെ മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തിറക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നമ്മൾ നീങ്ങും എന്നുള്ളൊരു സൂചന നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാം നമുക്കിപ്പോ നല്ലൊരു പിന്തുണ നൽകുന്നുണ്ട് ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്. പക്ഷേ ഇത് നമുക്കറിയാം, ഇതിന്റെ ഒരു പാൻഡമിക് കാലഘട്ടമായതുകൊണ്ട് ഒരു മാസക്കാലമൊക്കെ ഇത് എല്ലാവരും സജീവമായിട്ട് നിൽക്കും. പക്ഷേ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരും. പക്ഷേ ഈ ലഹരി മാഫിയയെ തടയേണ്ടത്, കർക്കശമായിട്ട് തടയേണ്ടത്, അതായത് കോവിഡ് മഹാമാരിയെ നേരിട്ട അതേ ഒരു മാനദണ്ഡം എടുത്തുകൊണ്ട് നിന്നില്ല എങ്കിൽ കോവിഡ് മഹാമാരിയെക്കാളും വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ആരെ ആക്രമിക്കുമെന്ന് അറിയാൻ മേലാത്ത അവസ്ഥയാണ്. മദ്യം കഴിക്കുന്നതിനെ സംബന്ധിച്ച് അവന്റെ ശാരീരിക അവസ്ഥ കണ്ടാൽ മനസ്സിലാക്കാം, മണമടിച്ചാൽ മനസ്സിലാക്കാം. പക്ഷേ MDMA മയക്കുമരുന്നുകളും പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവനെ പെട്ടെന്നങ്ങ് തിരിച്ചറിയണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ സുഹൃത്തായിരിക്കും ചിലപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുഖത്തിന്റെ ഭാവവ്യത്യാസം വന്നാൽ അവൻ പെട്ടെന്ന് കയറി ആക്രമിക്കും നമ്മളെ. അതാണ് സ്വന്തം കുടുംബത്തിൽ പോലും അമ്മയും അപ്പനെയും ഒക്കെ ആക്രമിക്കുന്നത്. അത് ഒരു ലഹരി ആസക്തൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ലെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ലഹരി ആസക്തനെ സംബന്ധിച്ച് അവന് പല പല ചിന്തകള് ഓരോ സമയത്തും ഉണ്ടാവാം. അവനെ തന്നെ ആരെങ്കിലും ആക്രമിക്കാൻ വരുന്നു, അല്ലെങ്കിൽ ഇല്ലാത്ത ശബ്ദം കേൾക്കുന്നു, ഇല്ലാത്ത കാഴ്ചകൾ കാണുന്നു എന്നുള്ള അവസ്ഥയുണ്ടാവും. അപ്പൊ നമുക്കറിയാം, ഈ കൊല്ലത്ത് ഒരു യുവ ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തിയില്ലേ? യുവ ഡോക്ടറെ കൊലപ്പെടുത്തുമ്പോ ആ ഡോക്ടർക്ക് ഈ പ്രതിയെ അറിയില്ല, പ്രതിക്ക് ഡോക്ടറെ അറിയില്ല. കാഷ്വാലിറ്റി കൊണ്ടുവന്ന് ആ പ്രതിയുടെ മുറിവുകൾ വെച്ച് കെട്ടിക്കൊണ്ടിരുന്നപ്പോഴല്ലേ പെട്ടെന്ന് തന്നെ ആരോ ആക്രമിക്കാൻ വരുന്ന ചിന്തയിൽ അവിടെ ആ ഡോക്ടറെ, നിരപരാധിയായ ഒരു കൊച്ചു ഡോക്ടറെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. അയാൾ തന്നെ പറഞ്ഞല്ലോ, ഞാൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നു, അവിടെ എന്നെ ആരോ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള ചിന്തയിൽ ഞാൻ ചെയ്തു പോയതാണ്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ ഒരു കാര്യം നമ്മുടെ ഭരണകർത്താക്കൾ മനസ്സിലാക്കണം, നമ്മുടെ സാമൂഹ്യ പ്രവർത്തകർ മനസ്സിലാക്കണം, നമ്മുടെ എല്ലാ സമുദായ നേതാക്കളും മനസ്സിലാക്കണം. ലഹരിയിൽ പെട്ടുഴലുന്ന ആളുകളെ നമ്മൾ ഒരേ സമയം അവരെ ചികിത്സിക്കുകയും ഒപ്പം തന്നെ ഈ തടവറയ്ക്കുള്ളിലാക്കേണ്ടവരെ തടവറയ്ക്കുള്ളിലാക്കുകയും ചെയ്തില്ല എങ്കിൽ നമ്മുടെ സമൂഹം ഒന്നാകെ, ഇതിന് ജാതി മതമൊന്നുമില്ലല്ലോ, നമ്മുടെ സമൂഹം ഒന്നാകെ നശിക്കും. പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ. ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഏതെങ്കിലും കേസുകളിൽപ്പെട്ട് നമ്മുടെ കുട്ടികള് പോലീസ് സ്റ്റേഷൻ കേസിൽ വന്നാൽ അവരുടെ ജീവൻ തീർന്നു. അവർക്ക് പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ കിട്ടില്ല, അവർക്ക് മറ്റൊരു രാജ്യത്തേക്ക് പഠിക്കാൻ പോകാൻ പറ്റില്ല. നമുക്കറിയാം, +2 കഴിയുമ്പോഴത്തേക്കും കുട്ടികളെല്ലാം മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന അവരുടെ ജീവിതം അവിടെ തന്നെ തീരും. നമ്മുടെ മറ്റു മാധ്യമങ്ങളെല്ലാം സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എത്രമാത്രം സംഭവവികാസങ്ങളാ. ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു കുട്ടീനെ ഡി-അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചതിന്റെ മനോവ്യതയിൽ സ്വന്തം അപ്പനും അമ്മയും പോലും സ്വന്തം കാറെടുത്ത് കൊണ്ടുവന്ന് പുറത്തുപോയി വിജനമായ ഒരു സ്ഥലത്തിട്ട് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്തിരിക്കുക. ഏക മകൻ ലഹരിക്ക് അടിമപ്പെട്ട് ഡി-അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള കാരണം മാത്രമാണ്. സ്വന്തം അപ്പനും അമ്മയും, പ്രതീക്ഷ അർപ്പിച്ചിരുന്ന അപ്പനും അമ്മയും പോയി ആത്മഹത്യ ചെയ്യുക. എത്രമാത്രം സംഭവവാസങ്ങൾ എന്ന് നോക്കിയാലും, എപ്പം നോക്കിയാലും, ഏത് മാധ്യമങ്ങൾ നോക്കിയാലും, എവിടെ നോക്കിയാലും കാണുന്നത് ലഹരി. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, MDMA പോലുള്ള, കഞ്ചാവ് പോലുള്ള മാരക രാസലഹരി വസ്തുക്കളെ ഇപ്പോ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എതിർത്ത് മുമ്പോട്ട് നീങ്ങുന്നുണ്ട്. പക്ഷെ അതിനിടയിലൂടെ നമ്മുടെ മറ്റു സംവിധാനങ്ങൾ, ഭരണ സംവിധാനങ്ങൾ മദ്യമെന്ന ഭീകര സംവിധാനത്തെ താലോലിച്ച് മുമ്പോട്ട് കൊണ്ടുവന്നു. ഒരു കാര്യമുണ്ട് ഇവിടെ, അത് ഈ ലഹരിയുടെ കാര്യത്തില് മദ്യം അതും വലിയ ഗുരുതരമായ ലഹരിയാണെന്നുള്ള കാര്യം ഇവർ ചിന്തിക്കാതെ തന്നെ മദ്യപിക്കുന്നവർ പോലും പറയുക, മയക്കുമരുന്നാ പ്രശ്നം, MDMA പ്രശ്നം, അല്ലെ കഞ്ചാവാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ഈ പറയുന്ന മദ്യത്തെ ഒന്ന് മാന്യവൽക്കരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് നമ്മുടെ സർക്കാർ, നമ്മുടെ ഭരണകർത്താക്കളും മദ്യത്തെ മാന്യവൽക്കരിക്കുന്ന ഒരവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. നമ്മളിത് തുല്യമായിട്ട് തന്നെ ഇവയ്ക്കെതിരെ പ്രതികരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ആവശ്യമാണ്. അത് എല്ലാ വ്യക്തികളും, അത് ഒരു വ്യക്തി പോലും മാറി നിൽക്കാതെ കുടുംബത്തിൽ തുടങ്ങണമെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ എവിടെയാണ് ഇതിന്റെ പ്രശ്നം? ഞാൻ മനസ്സിലാക്കുന്നത്, 4 വയസ്സുള്ള കുട്ടി അല്ലെ 5 വയസ്സുള്ള കുട്ടി സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ, പിന്നെ ആ പെൺകുട്ടി
വൈകിട്ട് വീട്ടിൽ കിടക്കാനും കുളിക്കാനും മാത്രം വരുന്ന പോലത്തെ ഒരു സ്ഥിതിവിശേഷം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, അത് കഴിഞ്ഞ് ഈ പെൺകുട്ടി പിന്നെ വീട്ടിലേക്ക് ഒരു സ്ഥിരതാമസം ഉണ്ടോ? ആ പെൺകുട്ടി +2 കഴിയുമ്പോഴത്തേക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്നു. ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നിട്ട് കല്യാണം കഴിച്ച് വേറെ വീട്ടിലേക്ക് പോകുന്നു. അപ്പം നല്ലൊരു ശതമാനം കുടുംബത്തിലല്ല കുട്ടികൾ കഴിയുന്നത്. കുട്ടികൾ നല്ലൊരു ശതമാനം കഴിയുന്നത് കുടുംബത്തിന് വെളിയിലാണ്. നല്ലൊരു ശതമാനവും കുടുംബത്തിന് വെളിയിൽ നടക്കുന്ന കാര്യങ്ങളും കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾ പെട്ടുപോകുന്ന പെൺകുട്ടികൾ പെട്ടുപോകുന്ന, ഞാനത് ആദ്യം സൂചിപ്പിച്ചത്, പെൺകുട്ടികളെ സംബന്ധിച്ച് കിട്ടേണ്ട സമയത്ത് ഈ അപ്പന്റെയും അമ്മയുടെയും സ്നേഹത്തിന് അപ്പുറത്തുള്ളൊരു സ്നേഹം കിട്ടണം. അത് ഒരു നിയന്ത്രിതമായ സ്നേഹം. അത് നമ്മുടെ വിശ്വാസ പരിശീലന കേന്ദ്രങ്ങളിലും ഒക്കെ എടാ വാടാ പോടാ വിളിച്ച്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് നമ്മുടെ അധ്യാപകരും നമ്മുടെ മാതാപിതാക്കളും ഒക്കെ ശ്രദ്ധിച്ച് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു അപ്പന്റെയും അമ്മയുടെയും സ്നേഹത്തിനപ്പുറത്ത്, ഫ്രണ്ടിന്റെ സ്നേഹത്തിനപ്പുറത്തൊരു സ്നേഹം അത് ആവശ്യമാണ്. അതൊരു 20-22 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അതൊക്കെ മാറിക്കോളും, പ്രശ്നമില്ല. അതെ. ഫാദർ ജോബ് പടയാറ്റിൽ, അങ്ങ് കൗൺസിൽ ചെയ്ത കുട്ടികൾ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കെണികളിൽ പെട്ടിട്ടുള്ള പലരെ അങ്ങ് കൗൺസിലിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു സാഹചര്യത്തിൽ, പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ, ഇത് ഒരു ചർച്ച, ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നത്. ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ ലഹരിക്കണിയുമായി ബന്ധപ്പെട്ട് അത്തരം വിഷയങ്ങളിൽ മാതാപിതാക്കൾ കൂടുതൽ ജാഗ്രതയോടുകൂടി നോക്കിക്കാണേണ്ടത്? അതായത് ഒരു ലഹരിക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ, നേരത്തെ ശ്രീ പ്രസാദ് കുരുവിള സൂചിപ്പിക്കുകയുണ്ടായി, മദ്യത്തിന് അഡിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ MDMA പോലുള്ള രാസലഹരിക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. പക്ഷെ എങ്കിൽ പോലും കുട്ടികളിൽ ഉണ്ടാകുന്ന ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ ലഹരി കെണിയുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കൾ ജാഗ്രതയോടുകൂടി നോക്കിക്കാണേണ്ടത്? ഫാദർ ജോബ് പടയാറ്റിൽ. ഏറ്റവും ആദ്യം തന്നെ ഈ കുട്ടികളെ കുടുംബ പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടുള്ള കുറേയധികം മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പണ്ടാണെങ്കിൽ നമ്മൾ വീടുകളിലൊക്കെ സംസാരിക്കാനും ഓരോ കുട്ടിയുടെയും വീട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് സ്കൂളിൽ വീട്ടിൽ വരുമ്പോൾ മാതാപിതാക്കളോട് പറയുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ആ സംസ്കാരം തന്നെ ഇപ്പൊ നഷ്ടപ്പെട്ടതുകൊണ്ട് ഓരോരുത്തരും ഓരോ വീട്ടിൽ ഓരോ ദ്വീപുകളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബ പ്രാർത്ഥന പല വീടുകളിലില്ല, ഒരുമിച്ചുള്ള ഭക്ഷണം കഴിക്കലില്ല, സംസാരങ്ങളില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഏത് ലോകത്താണ് വരുന്നത്, എവിടേക്കാണ് വരുന്നത്, എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും മാതാപിതാക്കൾക്കോ വീട്ടുകാർക്കോ സമയമില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് വീടുകളിൽ. പിന്നെ നമുക്കറിയാം, ഇപ്പൊ കുറേയധികം വീടുകളെങ്കിൽ ഡൈവോഴ്സ് കഴിഞ്ഞത്, സിംഗിൾ പാരന്റിങ്ങിലുള്ള കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ബ്രോക്കൺ ഫാമിലിയിലുള്ള കുട്ടികളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കുട്ടികൾ. പിന്നെ കൂടുതൽ മാതാപിതാക്കളാണെങ്കിൽ വെരി ബിസിയാണ്. അവര് രണ്ടുപേരും, ഉദാഹരണത്തിന് 3 കുട്ടികൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ അപ്പനും അമ്മയും ജോലിക്ക് പോവാണ്. അവര് കാലത്ത് രാവിലെ പോയിട്ട് പിന്നെ വരുന്നത് വൈകുന്നേരം 8 മണിക്ക് 9 മണിക്കാണ്. കുട്ടികളാണെങ്കിൽ ആ കാലത്ത് ബാഗ് എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അത് സ്കൂളായി, ട്യൂഷനായി, അത് കഴിഞ്ഞ് സ്കൂള്, അത് കഴിഞ്ഞാൽ വീണ്ടും ട്യൂഷൻ, അത് കഴിഞ്ഞ് കുട്ടി വരുമ്പോഴും ഏകദേശം 9 മണിയായി. അവിടെ ഇനി കുട്ടികളെ നോക്കാനോ അവരായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാനോ അവരെ സ്നേഹിക്കാനോ ഒന്നും അവർക്ക് പറ്റുന്നില്ല. അതുപോലെ തന്നെ കുട്ടികൾ അവര് വേണ്ട രീതിയിൽ അവർ കെയർ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്, അവരുടെ മൂഡ് ചേഞ്ചസ് ഉണ്ട്, അവരുടെ മുഖഭാവങ്ങളിലുള്ള വ്യത്യാസങ്ങളുണ്ട്, അവരുടെ സ്നേഹക്കുറവുണ്ട്, അവര് ഫോണിന് അഡിക്റ്റ് ആണ്. അങ്ങനെ പല കാര്യങ്ങളും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ഇവിടെ ആളില്ല എന്നുള്ളത് ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പണ്ട് കാലത്താണെങ്കിൽ അത് ശ്രദ്ധിക്കാൻ അവിടെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടായിരുന്നു, പേരൻസിൽ ആരെങ്കിലും ഒരാളുണ്ടായിരുന്നു. ഇപ്പൊ പേരൻസ് 2 പേരും ജോലിക്ക് പോകുമ്പോൾ ആരാണ് ഈ കുട്ടികളുടെ ഉത്തരവാദിത്വം നോക്കുന്നത്, ആരാണ് അവർക്ക് സ്നേഹം കൊടുക്കുന്നത്, ആരാണ് അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിലുള്ളത്? അങ്ങനെ വീട്ടിൽ ഒരാളില്ലാത്ത സാഹചര്യമുള്ള ധാരാളം കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഈ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ചില മാനസിക രോഗങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. ചില കുട്ടികൾക്കൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ, ഇപ്പോ പണ്ടത്തെ രീതിയിലുള്ള കുടുംബങ്ങളല്ലാത്തത് കൊണ്ട് കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾക്ക് മാനസികാരോഗ്യത്തിന്റെ കുറവുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് പലതരത്തിലുള്ള ADHD സിംറ്റംസ് ഒക്കെ ചിലപ്പോൾ കാണിക്കുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ അങ്ങനെ ഈ പ്രായമൊക്കെ ആകുമ്പോഴേക്കും ഗ്യാങ്ങിൽ പോയി പെടാം, കൂട്ടുകെട്ടുകളിൽ പോയി പെടാം. അങ്ങനെ ഗ്യാങ്ങും കൂട്ടുകെട്ടൊക്കെ ആയിട്ട് അതിന്റെ പിന്നാലെ പോകുന്നു. പിന്നെ വീടുകളിലേക്ക് അവര് വരുന്ന സമയം, പോകുന്ന സമയം ഇതൊന്നും മാതാപിതാക്കന്മാര് അറിയുന്നില്ല, കെയർ ചെയ്യുന്നില്ല, ഇവരെവിടെ പോകുന്നെന്ന് ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പല കുട്ടികളും പല തരത്തിലുള്ള ഗ്രൂപ്പുകളിൽ പോയി പെടുന്നുണ്ട്. നമുക്ക് ഉദാഹരണത്തിന് ഓരോ കുട്ടിയുടെ കൂട്ടുകാരാരാണെന്ന് മാതാപിതാക്കൾ ചോദിച്ചറിയണം. അപ്പൊ അവർ കൗൺസിലിങ്ങിന് വരുമ്പോഴാണ് ഇവരുടെ കൂട്ടുകെട്ടിന്റെ ഫുള്ളും ശൃംഖല നമ്മൾ അയക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ കൂട്ടുകാരുടെ ശൃംഖല അയച്ചു നോക്കിയപ്പോ അത് വളരെയധികം മോശമായിട്ടുള്ള ഗ്യാങ്ങുകളിലാണ് ഈ കുട്ടി പോയി പെടുന്നത്. പലതരത്തിലുള്ള ഗ്യാങ്ങുകളുണ്ട്, മയക്കുമരുന്ന് അവൈലബിൾ ആയിട്ടുള്ള
കൊടുക്കുന്ന ഗ്യാങ്ങുകളുണ്ട്. അതില്ലാതെ അതിന് താഴെ സെക്സ് അഡിക്റ്റ് ആയിട്ടുള്ള ഗ്യാങ്ങുകളുണ്ട്. അതേപോലെ തന്നെ ഈ ചെറിയ കുട്ടികൾക്ക് തന്നെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ട്. അവരുടെ കൂടെ അവർ കറങ്ങാൻ പോകുന്നുണ്ട്. അങ്ങനെ കറങ്ങാൻ പോകുമ്പോഴും ഒക്കെ ഇതൊന്നും വീട്ടുകാരെ അറിയുന്നില്ല. അതുപോലെ വീട്ടുകാരെ അറിയാത്ത പല കാര്യങ്ങളും കുട്ടികളുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും ഇന്ന് കുട്ടികളോട് കർക്കശമായിട്ടൊന്നും പറയാൻ പറ്റില്ല. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും കുട്ടികൾ വഴിതെറ്റുമ്പോൾ അധ്യാപകർക്ക് അവരെ ശകാരിക്കാമായിരുന്നു, വേണമെങ്കിൽ 2 തല്ല് കൊടുക്കാമായിരുന്നു. നീ എന്താ നേരം വൈകി വന്നെന്ന് ചോദിക്കാമായിരുന്നു. ഇപ്പൊ വല്ലതും ചോദിക്കാൻ പറ്റുമോ? ചോദിച്ച അധ്യാപകനകത്താകും. അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് ചോദിക്കാൻ പറ്റുമോ? കുട്ടീനെ പീഡിപ്പിച്ചെന്ന് പറയും. കുട്ടികൾക്കാണ് എല്ലാ അവകാശങ്ങളും. അതുകൊണ്ട് തന്നെ പഴയതുപോലെ മാതാപിതാക്കൾക്ക് മാതാപിതാക്കളെക്കാൾ കൂടുതലായിട്ട് അധ്യാപകർക്കൊന്ന് ആത്മാർത്ഥതയുള്ള അധ്യാപകർക്ക് ആത്മാർത്ഥമായിട്ട് ഇടപെട്ട അത് ശരിയായിട്ട് ഇടപെടാൻ പറ്റുന്നില്ല. നമുക്കറിയാം പല കുട്ടികളും ഈ അധ്യാപകരെയും മാതാപിതാക്കളെ പോലും ശത്രുക്കളൊക്കെ ആയിട്ട് കരുതുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിനെ പലതരം കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്നത് ഇതിനൊക്കെ നല്ലൊരു ബോധവൽക്കരണമാണ് ആദ്യം തന്നെ വേണ്ടത്. അതുപോലെ തന്നെ കുട്ടികളെ ആദ്യം തന്നെ മാതാപിതാക്കൾക്ക് നല്ല പേരന്റിങ്ങിനെ കുറിച്ച് എന്ത് ക്ലാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഒന്നും അറിയാണ്ടല്ലേ പേരന്റ് ആയി തീരുന്നത്. കല്യാണത്തിന്റെ കോഴ്സിന് 3 ദിവസം കൂടാൻ പോലും നേരമില്ലാത്ത ആളുകൾ, കല്യാണം കഴിക്കാൻ പോലും ആളുകൾക്ക് ഇപ്പൊ നേരമില്ല. അവര് വരുന്നു, ഗൾഫിൽ നിന്ന് വരുന്നു, ഒരു പെണ്ണിനെ കാണുന്നു, അത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കല്യാണം കഴിക്കുന്നു, അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഡൈവോഴ്സ്, അങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുടുംബ ജീവിതത്തിന് ഇവിടെ ആരും പ്രാധാന്യം കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലേക്ക് വരുന്ന മാതാപിതാക്കൾ കുട്ടികളെ ജനിപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ, കുട്ടികളെ പേരന്റിങ് ചെയ്യുന്നില്ല. ആ പേരന്റിങ്ങിൽ വരുന്ന കുറവ് വളരെ പ്രധാനപ്പെട്ടതാണ്. പേരന്റിങ്ങിന് ഏതെങ്കിലും ഒരു പേരന്റ് കൂടെ ഉണ്ടായിരിക്കണം. ഏത് വീട്ടിലാണ് ഇപ്പൊ ഒരു പേരന്റ് കൂടെ നിന്നൊരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരുന്നത്? കുട്ടിയുടെ ഈ രണ്ട് പേരൻസും വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ കുട്ടിയുടെ അവസ്ഥ എന്താകും? പലതരത്തിലുള്ള കെണികളിൽ കുട്ടികൾ പോയിപ്പെടും, ഇല്ലേ? തീർച്ചയല്ലേ? അത് സെക്സിന്റെ കെണിയിലാകാം, മയക്കുമരുന്നിന്റെ കെണിയിലാവാം, മദ്യത്തിന്റെ കെണിയിലാവാം. കാരണം നമ്മൾ നോക്കാം, സ്വാഭാവികമായി നോക്കുക, ഒരു കോഴി അതിന്റെ പിടക്കോഴി കുട്ടികളെ വിളിച്ചിറക്കുമ്പോൾ ആ തള്ളക്കോഴി കുട്ടികളുടെ കൂടെയുണ്ട്. ഒരിക്കലും തള്ളക്കോഴി കുട്ടികളെ വിട്ടിട്ട് പോകില്ല. എന്താണ് നമ്മുടെ സ്ത്രീകൾ അല്ലെങ്കിൽ അമ്മമാരോ അല്ലെങ്കിൽ അപ്പന്മാരോ ഇവരുടെ കൂടെ ഇല്ലാത്തത്? ഒരു പ്രായം വരെ ഈ കുട്ടികളുടെ കൂടെ മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം. കുട്ടികളുടെ കൂടെ മാതാപിതാക്കൾ ഇല്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റി പോകും. അതിന് പേരന്റിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ പേരന്റിങ്ങില് അമ്മയുടെ റോള് വളരെ പ്രധാനപ്പെട്ടതാണ്. അമ്മയുടെ സാന്നിധ്യം ഇപ്പൊ നമ്മളൊക്കെ ചെറുപ്പത്തിലായിരിക്കും, നമുക്ക് വീട്ടിൽ വരുമ്പോൾ അമ്മയുണ്ടാകും, അമ്മയെ കാണും. ഇപ്പൊ ആ കുട്ടികൾക്ക് ആ ബന്ധം കുറഞ്ഞു പോയിരിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ഈ ദിവസങ്ങളിൽ ഇവിടെ കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണത്തിലായിട്ട് ഒരുക്കുകയാണ്. അപ്പൊ കാണുമ്പോ അതിനൊന്നും പേര് തരാനൊന്നും വരാൻ നേരം കിട്ടിയില്ല. പിന്നീട് ഒരു പേരന്റ് പറഞ്ഞത് വൈകുന്നേരം ഓടിക്കലച്ച് 9 മണിക്ക് ശേഷമാണ് വരുന്നത്. ചോദിച്ചു നോക്കിയപ്പോ പറഞ്ഞു 3 കുട്ടികളുണ്ട്, പക്ഷേ ഇവർ 2 പേരും ജോലിക്ക് പോകുന്നവരാണ്. അപ്പൊ അവർക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വരുന്നത് ഈ സമയമാവും. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാൻ നേരില്ല. അപ്പൊ ഈ കുട്ടികളൊക്കെ അവിടെ ഇട്ടിട്ട് പോവാണ് അവര്. അപ്പൊ അങ്ങനെയാവുമ്പോ ആ കുട്ടികൾ ഏതിലൊക്കെ പെടും, ഇങ്ങനെയൊക്കെ പെടും എന്നുള്ളത് ആർക്കറിയാം? അപ്പൊ തീർച്ചയായിട്ടും കുട്ടികളെ നിരീക്ഷിക്കേണ്ടതുണ്ട്. കുട്ടികളുടെ ശ്രദ്ധയില്ലായ്മ, പഠനത്തിൽ പിന്നാക്കം പോകുന്നത് ശ്രദ്ധിക്കാവുന്ന ഒരു ഇതാണ്. അവരുടെ മൊബൈൽ അഡിക്ഷൻ ശ്രദ്ധിക്കേണ്ടതാണ്, അവരുടെ ഗ്യാങ്ങുകൾ ശ്രദ്ധിക്കേണ്ടതാണ്, അവരുടെ ബാഗ് പരിശോധിക്കേണ്ടതാണ്, അവരുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, പേരൻസിനോട് പെരുമാറുന്ന വിധം, ദേഷ്യപ്പെടലുകൾ, ഇമോഷണൽ ഔട്ട്ബേഴ്സ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് കുറേയധികം കാര്യങ്ങൾ തിരിച്ചറിയാവുന്ന ക്ലൂസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഏത് സ്കൂളാണ്, അവിടെ ആരൊക്കെയാണ് അവരുടെ കൂട്ട്, അതിൽ മുതിർന്ന ആരൊക്കെയായിട്ടാണ് ഈ കുട്ടികൾ ബന്ധപ്പെടുന്നത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു, പേരന്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് മത സാമൂഹ്യ മേഖലകളിലുള്ളവരൊക്കെ ഈ കാര്യത്തിൽ കുറച്ചും കൂടി മുൻകൈ എടുക്കേണ്ടിയിരിക്കുന്നു. നല്ല ബോധവൽക്കരണത്തിന്റെ കുറവുണ്ട്. പിന്നെ ഈ അഡിക്ഷനിൽ പെട്ടുപോയാൽ എന്താണ് അവസ്ഥ എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് മുൻകൂട്ടി തന്നെ അവർക്ക് ക്ലാസ്സുകൾ എടുക്കാം. മയക്കുമരുന്നിന്, ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം, അവരുടെ ബ്രെയിനിൽ എന്ത് സംഭവിക്കണം, അവർക്ക് എന്ത് തകരാറുണ്ടാകുന്നു, ഇതിനെക്കുറിച്ചൊക്കെ കുട്ടികളുടെ പാഠഭാഗത്ത് ഉൾപ്പെടുത്തണം. ഇത് കുട്ടികളെ നമ്മൾ വളർത്തുന്നത് പണം കൊയ്യുന്ന മരങ്ങളെ കുലുക്കിയ കുറെ പൈസ ഇങ്ങനെ വീണം. പണത്തിന് മാത്രമല്ലേ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അവരുടെ സ്വഭാവം ആര് ശ്രദ്ധിക്കുന്നു? കോപ്പി അടിച്ചിട്ടും കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടൊക്കെ പരീക്ഷയിൽ പാസ്സായി ഉന്നത ജോലി കിട്ടണമെന്ന് മാത്രമല്ലേ ആഗ്രഹമുള്ളൂ. കുട്ടി നന്നാവണമെന്നോ സമൂഹത്തിന് നന്മ ചെയ്യണമെന്നോ ഏത് മാതാപിതാക്കൾക്കാണ് നിഷ്കർഷയുള്ളത്? അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കുട്ടികളുടെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ പേരന്റിങ്ങിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അവരുടെ സ്വഭാവത്തിൽ വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. ആ കറക്റ്റ് ചെയ്യാനുള്ള അധികാരവും സ്വാതന്ത്ര്യമൊക്കെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അധ്യാപകർക്ക് ഉണ്ടായിരിക്കണം. പണ്ടൊക്കെ നമുക്ക് നല്ല തല്ല് കിട്ടിയിട്ടല്ല നമ്മുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ അധ്യാപകർക്ക് നമ്മൾ വളർത്തുന്നത്. ഇപ്പൊ ഏതെങ്കിലും കുട്ടിക്ക് തല്ലാൻ പറ്റുമോ? അത് തല്ലിയില്ലെങ്കിൽ വേണ്ട, അവർക്ക് അത് കാര്യം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടാകേണ്ടേ? അവരുടെ കൂടെ അനുധാവനം ചെയ്യുന്ന ഒരു കുട്ടിയെ അനുധാവനം ചെയ്യുന്ന ആരുണ്ട്? കുട്ടികളൊക്കെ അവരുടേതായ ലോകത്താണ്. അവരുടെ കൂടെ നടക്കാൻ മാതാപിതാക്കളില്ല, അധ്യാപകരില്ല, മുതിർന്ന തലമുറയില്ല. അപ്പൊ അവരൊക്കെ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും അവരവരുടെ ഈ സമപ്രായക്കാരായ ഗ്യാങ്ങിൽ പോയി പെടും. അവർക്ക് പ്രത്യേകിച്ച് ടീനേജേഴ്സിനെ ഗ്യാങ് പറയുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം, അല്ലാതെ മാതാപിതാക്കൾ പറയുന്നതല്ല. മാതാപിതാക്കൾ പറയുന്നതിനേക്കാട്ടിൽ അവർക്ക് പ്രിയപ്പെട്ടതാണ് അവരുടെ ടീനേജ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഗ്യാങ്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പല ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലും പോയി പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ബോധവൽക്കരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പേരന്റിങ്ങിന് കുട്ടികളെ കൂടെ നിർത്തി വളർത്താൻ ഏതെങ്കിലും ഒരു മാതാവോ അല്ലെങ്കിൽ പിതാവോ വീട്ടിലുണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടാതെ മറ്റ് അധ്യാപകരൊക്കെ ആണെങ്കിൽ ഇതിലൊക്കെ നമുക്ക് സ്കൂളുകളിൽ കൗൺസിലിംഗ് വെക്കാം. സ്കൂളുകളിൽ അതൊക്കെ മറ്റു വിദേശ രാജ്യങ്ങളൊക്കെ തുടങ്ങിയതാണ്. കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വളരെ എഫിഷ്യന്റ് ആയിട്ട് പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളുകളിലൊന്നും നിർബന്ധമായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? എല്ലാ കുട്ടികൾക്കും വീടുകളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. ആ കുട്ടികളോടൊന്ന് തുറന്നു പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ പറയും. അത് ആ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ കേൾക്കാൻ ആളില്ല, അവരെ മനസ്സിലാക്കാൻ ആളില്ല, അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. അങ്ങനത്തെ ഒരു ഗതികേടിലൂടെയാണ് നമ്മുടെ കുട്ടികൾ പോയിപ്പെടുന്നത്. അവര് ഓരോ ഗതികളിൽ പെട്ടില്ലെങ്കിൽ അതിന് അതിശയമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളുടെ ഫോർമേഷൻ, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന വിധം, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അവരുടെ ലക്ഷണങ്ങൾ പലതരത്തിലുള്ള പഠനത്തിൽ പിന്നാക്കം പോകുമ്പോൾ, അല്ലെങ്കിൽ ഇമോഷണലായിട്ട് അവര് അപ്സെറ്റ് ആവുമ്പോൾ, വയലന്റ് ആവുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ബാഗിൽ നിന്നൊക്കെ എന്തെങ്കിലും പിടുത്തം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അവരെ തേടി അനാവശ്യമായി ഫ്രണ്ട്സ് വരുമ്പോൾ, അങ്ങനെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് എന്തൊക്കെ കെണിയിൽ പെട്ടു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ജസ്റ്റ് അവരൊന്ന് ഒബ്സർവ് ചെയ്യുക, കുറച്ചു നേരം അവരൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലൊക്കെ എന്തൊക്കെയോ അവരുടെ മുഖവാട്ടം, അവരുടെ മുഖത്ത് വരുന്ന സംഭവങ്ങള്, അവരുടെ ദേഷ്യം, അതൊക്കെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ തന്നെ കുറേയധികം കുട്ടികള് എന്തിലൊക്കെയാണ് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ജാഗ്രതയും ബോധവൽക്കരണവും ശക്തമാക്കണമെന്ന വ്യക്തമായിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് അച്ഛൻ പങ്കുവച്ചത്. ശ്രീ പ്രസാദ് കുരുവിള, നമ്മൾ ഈ ലഹരി ആയിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നാം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം ഒരു പ്രതിഭാസമുണ്ട്. പാലാപിതാവ് അതിനെപ്പറ്റി വർഷങ്ങൾക്ക് മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ഈ പ്രണയത്തിൽ അല്ലെങ്കിൽ ഒരു പ്രണയക്കണി ഒരുക്കുവാൻ ലഹരിയെ മറയാക്കുന്ന ഒരു പ്രതിഭാസം. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്താ മാധ്യമത്തോട് ഒരു വ്യക്തി തന്നെ പറയുകയുണ്ടായി, ജ്യൂസിലും ഈ കുഴിമന്തിയിലും ഒക്കെ MDMA കലക്കി പെൺകുട്ടികളെ ട്രാപ്പിൽ പ്പെടുത്തുന്ന ഒരു അവസ്ഥ. അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ആ ഒരു സമ്മേളനത്തിലും ശ്രീ PC ജോർജ് സമാനമായിട്ടുള്ള ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഒരു വ്യക്തത വരികയല്ലേ? അതായത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ, അജണ്ടയോട് കൂടി തന്നെ ഈ ലഹരി മാഫിയ പ്രത്യേകിച്ച് ഈ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നു, അവരെ കുരുക്കിലാക്കുന്നു. അതിനുശേഷം ഒരു ബ്ലാക്ക് മെയിലിംഗിലൂടെ കഴിയാത്ത രീതിയിലേക്ക് വരുന്നു, അവരെ കാരിയർമാർ ആക്കുന്നു. അത് വളരെ ഗൗരവമേറിയ ഒരു സാഹചര്യം തന്നെയല്ലേ സൃഷ്ടിക്കപ്പെടുന്നത്? എന്തുകൊണ്ട് അത്തരം സംഭവങ്ങൾ, കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് അത്തരം സംഭവങ്ങളിൽ ദർശിക്കാൻ സാധിക്കും? അത്തരം സംഭവങ്ങൾ കൂടെ കൂടെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കേരളത്തിൽ എന്തുകൊണ്ട് അത് വർദ്ധിച്ചു വരുന്നു? ശ്രീ പ്രസാദ് കുരുവിള. ഇപ്പോഴത്തെ സാഹചര്യത്തില് ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പറഞ്ഞാൽ അവിടുത്തെ അതിനേക്കാൾ വലിയ വിവാദപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങും. നമുക്ക് പാലായിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ അതാണ്. അതിനും അപ്പുറത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യാതെ തന്നെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗം മാത്രമല്ല ഈ ഒരു ലഹരിയുടെ ഒരു വാഹകരോ അല്ലെ മാഫിയയോ ആയി മാറുന്നത്. ഞാനത് പല കേന്ദ്രങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. അതിനും അപ്പുറത്ത് ഈ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആളുകൾ, അത് മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ടവർ, അതേത് വിഭാഗങ്ങളും ആയിക്കോട്ടെ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആളുകൾ പോലും ഈ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ പ്രേമക്കണിപ്പെടുത്തി ലഹരിയുടെ ഉപയോക്താക്കളോ വാഹകരോ ആക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഇപ്പം ഇതിനകത്ത് ഇപ്പം അച്ഛന്റെ ഇവിടുത്തെ സന്ദേശത്തിലും അല്ലെ സംസാരത്തിലും ചാലിപ്പോളിന്റെയൊക്കെ സംസാരത്തിലും നമുക്കറിയാം ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് വലിയ ഒരു ലഹരി തന്നെയാണ്.
ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ലഹരി മറ്റേ ലഹരിക്ക് പ്രധാനമായിട്ടും കാരണമാകുന്നത് പോലെ തന്നെ ഇത് കൊച്ചുകുട്ടികളെ മാത്രമല്ല ബാധിക്കുന്നത്. മൊബൈൽ ഫോൺ ഏത് കാലഘട്ടത്തിൽ ഏത് പ്രായത്തിലുള്ളവരിലേക്കും വന്നോ അവിടെ എല്ലാം പ്രശ്നമുണ്ടെന്നേ. നമ്മൾ ഈ കൊച്ചു കുട്ടികളുടെ കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് പെട്ടെന്നത് സ്കൂളിലും കോളേജിലും ഒക്കെ ആയതുകൊണ്ടും അത് പെട്ടെന്ന് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ പറ്റുന്നത് കൊണ്ടും നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അവരിലെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഈ മൊബൈൽ ഫോൺ ലഹരി നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഏത് ഏജുകാരാണെങ്കിലും ഏത് വിഭാഗക്കാരാണെങ്കിലും ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രശ്നത്തിലേക്ക് മാറിയിട്ടുണ്ട്. ജഡ്ജി ഇരിക്കുന്നോളം കോടതി എന്ന് പറയുന്ന പോലെ മൊബൈൽ ഫോൺ നല്ലത് തന്നെ. പക്ഷേ അതിനപ്പുറത്ത് എല്ലാ വിഭാഗങ്ങളെയും നമ്മൾ പഠിച്ചു നോക്കിയാൽ, നമ്മൾ നിരീക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നത് എല്ലാ വിഭാഗങ്ങളെയും മൊബൈൽ ഫോൺ ആ ലഹരി ബാധിച്ചിട്ടുണ്ട്. ഒപ്പം കുട്ടികളെ സംബന്ധിച്ച് ഇതിന്റെ ഡാർക്ക് വെബ് മുഖേനയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടും ഈ സംഭവം എത്തിക്കുന്നതിനും ഒക്കെയുള്ള ഒരു കാരണവുമായിട്ടുണ്ട്. എന്താണെങ്കിലും നമുക്ക് ഇത് തടയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കൊച്ചുകുട്ടികളെ ഇത് ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. അവരുടെ ഭാവിയെ, അവരുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്ത് ഈ മാരക രാസലഹരികൾ നമ്മുടെ കുട്ടികളിലേക്ക് അത് ജാതി മത വർണ്ണമൊന്നും നോക്കാതെ തന്നെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള പൂർണ്ണമായ ബോധ്യം നമ്മുടെ ആളുകൾക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം ഇക്കഴിഞ്ഞ ദിവസം തന്നെ 10ാം ക്ലാസ്സിലെ SSLC പരീക്ഷ കഴിഞ്ഞ ഉടനെ കാരണവന്മാർ വന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോവുക. അപ്പൊ ഇന്ന് ഏതോ ഒരു മാധ്യമത്തിൽ ഞാൻ കണ്ടതാണ്, ഒരമ്മ വന്ന് ഒരു കൊച്ചിനെ ബലമാട്ടി പിടിച്ചോണ്ട് പോവുക. അവനൊന്ന് അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്സിനോടൊന്ന് യാത്ര പറയാൻ പോലും സമയം കൊടുക്കുന്നില്ല. അപ്പം മാധ്യമക്കാർ ചോദിക്കുന്നുണ്ട്, എന്തേ കൊച്ചിനെ പെട്ടെന്ന് പിടിച്ചോണ്ട് പോകുന്നത്, ഇപ്പോഴത്തെ സാഹചര്യം. അന്നേരം അമ്മ പറയുന്നു, ഇപ്പോഴത്തെ സാഹചര്യം അതാണ്. കുട്ടിയോട് ചോദിക്കുന്നു, അമ്മ എന്നെ പിടിച്ചോണ്ട് പോകുന്നത്, അവൻ മുണ്ടാൻ പോലും സമ്മതിക്കുന്നില്ല, എന്നെ പിടിച്ചു വലിച്ചോണ്ട് പോവുകയാണെന്ന് കുട്ടിയും പറയുന്ന വീഡിയോ ഒക്കെ കോഴിക്കോട് നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഗുരുതരമായ പ്രശ്നത്തെയാണ് ഇത് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കറിയാം, ഒരു നേഴ്സിംഗ് കോളേജില് ഒരു പെൺകുട്ടിയെ വലിയ പ്രേമ ബന്ധത്തില് ഇടപെട്ടു. പക്ഷെ ആ പ്രേമ ബന്ധം കോളേജിലെ പ്രിൻസിപ്പലിനോ അധ്യാപകർക്കോ റൂംമേറ്റ്സിനോ ഹോസ്റ്റലിലെ റൂംമേറ്റ്സിനോ അല്ലെങ്കിൽ ഈ മാതാപിതാക്കൾക്കോ ആർക്കും അറിയില്ല. ആർക്കും ആ സംഭവവാസങ്ങളൊക്കെ അറിയില്ല. ആ പെൺകുട്ടി ഒരവസരത്തില് ഈ ഒരു അകലെയുള്ള എന്ന് പറഞ്ഞാൽ കോഴിക്കോടുള്ള ഒരു യുവാവുമായിട്ട് ബന്ധപ്പെട്ടു. ഈ ഇൻസ്റ്റാഗ്രാം മുഖേന ബന്ധപ്പെട്ടതാ. ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കിലോമീറ്റർ അകലെയുള്ള പെൺകുട്ടി. അവള് ഈ ഇൻസ്റ്റാഗ്രാം മുഖേന ബന്ധപ്പെട്ടതിന് ശേഷം ഒരു സൺഡേയിൽ ഇന്ന സ്ഥലത്ത് വരണമെന്ന്, എനിക്കൊന്ന് കാണണമെന്ന് ആവശ്യപ്പെടുന്നു. അയാള് വരുന്നു. പെൺകുട്ടിക്ക് 21 വയസ്സ്. ഇവള് കാര്യങ്ങൾ അറിഞ്ഞു വരുമ്പോഴത്തേക്കും ഈ ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന ആൾക്ക് 47 വയസ്സ്. അവൻ കല്യാണം കഴിച്ച് 4 പെൺകുട്ടികളുടെ അപ്പനാണ്. തന്നെയല്ല, അവൻ മയക്കുമരുന്നിന്റെ വാഹകനും അത് വിൽക്കപ്പെടുന്നവരുമാണ്. പലതവണ, ഏതാണ്ട് 7ഓളം തവണ ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ പെൺകുട്ടി 2 മാസത്തിനിടയ്ക്ക് 2 തവണയോളം ആ പ്രദേശത്തെ ഒരു ഹോട്ടലിൽ ഇവർ ഒന്നിച്ച് റൂം എടുക്കുകയും ചെയ്തു. ഫോട്ടോസ് എടുക്കുകയൊക്കെ ചെയ്തു. ഫോട്ടോസ് എടുക്കുന്നതിന് അപ്പുറത്തെ കാര്യങ്ങൾ. പക്ഷെ ഫോട്ടോ ഒക്കെ എടുത്തു. ഫോൺ കേടായപ്പോ സ്വന്തം ബ്രദറിന്റെ ഫോൺ നന്നാക്കാൻ കൊടുക്കുന്നു. ബ്രദർ ടെക്നീഷ്യനാണ്. അയാൾ സിസ്റ്റത്തെ കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും പെൺകുട്ടിയുടെ റൂമിലുള്ള സംഭവവികാസങ്ങളെല്ലാം കാണുന്നു. അവർ കൊണ്ടുവന്ന് പ്രിൻസിപ്പലിനെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ ഗൗരവമായിട്ട് മാറുന്നു. ഞാൻ സൂചിപ്പിച്ചത് ഇത് ഈ ഇൻസ്റ്റാഗ്രാമും ഒക്കെ വളരെ ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കുന്നു. ഇൻസ്റ്റാഗ്രാം മുഖേന ഇതുവരെ കാണാത്ത, ഇതുവരെ അറിയാത്ത, അവൻ ആരാണ് എന്താണെന്ന് അറിയാത്ത ആളുകളെ പോലും ബന്ധപ്പെട്ട് പോകുന്ന ചില സ്ഥിതിവിശേഷങ്ങൾ വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം അതില്ല. അവൻ ലഹരി മാഫിയക്കാരനാണോ, അല്ലെങ്കിൽ അവന് മറ്റേതെങ്കിലും ബന്ധമുണ്ടോ, അവന് കുടുംബമുണ്ടോ, അവന് മക്കളുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ നമ്മുടെ പെൺകുട്ടികള് അങ്ങനെയുള്ള ഈ പ്രേമക്കണിയിലേക്ക് പോയി പെടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഈ മൊബൈൽ ഫോണിന്റെ ഒരു ദുരുപയോഗം മൂലം സംഭവിക്കുന്നത്. പിന്നെ
ഈ മൊബൈൽ ഫോൺ കയ്യിലെടുത്തോളം കാലം, മൊബൈൽ ഫോൺ ഒന്നും ഇപ്പൊ കുട്ടികളുടെ കയ്യിൽ നിന്നൊന്നും തിരിച്ചു മേടിക്കാൻ പറ്റത്തില്ല വെച്ചാ. ഒരു കുടുംബത്തിലെയും ഒരു കുട്ടിയുടെയും കയ്യിൽ നിന്ന് ഒരു കാരണന്മാർക്കും ഒരു ഫോണും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ട്. അത് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സംഭവവികാസങ്ങൾ എന്താണെന്ന് പേരൻസിന് അറിയാം. അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ മൊബൈൽ ഫോൺ ഉള്ളിടത്തോളം കാലം ഒരു പേരൻസിനും ഒരു അപ്പനും അമ്മയ്ക്കും ഒരു പരിധിയിൽ അപ്പുറത്ത് അവരെ നിരീക്ഷിച്ചിട്ട് കാര്യമില്ല. ഫോണിൽ അവരെന്തെല്ലാം ചെയ്താലും അത് മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാനും പറ്റില്ല. അതുപോലെ ഒരു പ്രത്യേക സാഹചര്യം അത് കുട്ടികളെന്നല്ല മുതിർന്നവർ ചെയ്താലും അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അവർക്ക് ഈ പറഞ്ഞ ഞാൻ മുമ്പ് സൂചിപ്പിച്ച കേസ് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, മറ്റാർക്കും അറിയില്ല, ഇവിടുത്തെ റൂംമേറ്റിന് അറിയത്തില്ലാത്ത സംഭവം. അതുപോലെ തന്നെ മറ്റൊരു കേസ് ഇതുപോലെ തന്നെ നടന്നിട്ട് സെക്കൻഡ് റാങ്ക് ഹോൾഡറാ, റാങ്ക് ലഭിച്ചു, റിസൾട്ട് അറിഞ്ഞതിന് പിറ്റേ ദിവസം ചാടിപ്പോയി, ആർക്കും അറിയില്ല. അത് ഞാൻ പറഞ്ഞു, ഈ മൊബൈൽ ഫോൺ കയ്യിൽ വന്നതോടുകൂടി, മൊബൈൽ ഫോൺ നല്ലതാണ്, നല്ല കാര്യമാണ്, പക്ഷെ അത് കൈ വന്നതോടുകൂടി ഈ നമ്മുടെ തലമുറ തന്നെ വലിയ അപകടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, യെസ്. അവസാനമായിട്ട് അഡ്വക്കേറ്റ് ശ്രീ ചാർലി പോൾ, നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു വിഷയം, ലഹരിയുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം ഇത്രത്തോളം ചർച്ചയാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ലഹരിക്ക് അടിമയായ വ്യക്തികൾ നടത്തിയ ചില കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള പ്രവർത്തികൾ. ചിലപ്പോൾ ഒരു 1-2 മാസം വരെ ഈ ഒരു പുഷ് അല്ലെങ്കിൽ ലഹരിക്കെതിരെയുള്ള ഈ ഒരു പോരാട്ടം ചിലപ്പോൾ ഇത്ര പബ്ലിസിറ്റിയോട് കൂടി തന്നെ ഇവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിനുശേഷം പഴയ പോലെ കാര്യങ്ങൾ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും? ഇത് ഒരേ താളത്തോടു കൂടി തന്നെ, ഒരേ ആവേശത്തോടു കൂടി തന്നെ, ഒരേ ഒരു എന്താ പറയുക ആർജവത്തോടു കൂടി തന്നെ ശക്തമായും എല്ലാ ദിവസവും 165 ദിവസവും നാം പോരാടേണ്ട ഒരു മേഖല തന്നെയല്ലേ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? അത് ബോധവൽക്കരണം വേണം, മറ്റെല്ലാ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ മറ്റെല്ലാ തരത്തിലുള്ള ജാഗ്രത വേണം. കുറെ കഴിയുമ്പോൾ ഒരു നിസ്സംഗതയിലേക്ക് പലപ്പോഴും പൊതുസമൂഹം പോകാനുള്ള സാധ്യതയുണ്ട്. അത് ലഹരി മാഫിയ മുതലെടുക്കാനുള്ള എല്ലാ സാധ്യത കൂടിയുണ്ട്. അത്തരം സാഹചര്യം നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും അഡ്വക്കേറ്റ് ശ്രീ ചാർലി പോൾ? തീർച്ചയായിട്ടും. ഒന്ന്, നമ്മൾ 2022 ഈ പോരാട്ടം തുടങ്ങി വെച്ചതാണ്. മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ വ്യാപകമായി തുടങ്ങിയെങ്കിലും 1-2 മാസം കഴിഞ്ഞപ്പോൾ നിന്നുപോയി. പക്ഷെ ഇപ്പോഴാണ് വ്യാപകമായി ഇതിന്റെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയും നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം വന്നത്. ഇപ്പൊ നമ്മൾ പണ്ട് 300 കുടുംബങ്ങൾ എടുത്താൽ അതിനകത്ത് ഒരു കുടുംബമൊക്കെയാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ഞാനും താങ്കളും ഉൾപ്പെടെയുള്ള 10 കുടുംബം നമ്മുടെ തൊട്ടടുത്ത് എടുത്താൽ ആ 10 കുടുംബത്തിൽ ഒരാള് ലഹരിക്ക് അടിമയായി മാറിക്കഴിഞ്ഞു. അപ്പൊ അത് നമ്മുടെ സമീപത്തേക്ക് ദുരന്തം വന്നെടുത്തു എന്ന് കണ്ടപ്പോഴാണ് ജനങ്ങൾ ജാഗരൂകരായി മാറിയത്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന എറണാകുളത്ത് പാലാരിവട്ടത്താണ്. ഈ പാലാരിവട്ടത്ത് ചക്കുങ്ങൽ റോഡിലാണ് താമസിക്കുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ താമസിച്ച് MDMA വിൽക്കുന്ന ആളുകളെ ദിവസം അറസ്റ്റ് ചെയ്തു. ഇപ്പോഴാണ് ആളുകൾ അറിയുന്നത്. അപ്പൊ എന്റെ വീടിന്റെ പരിസരത്ത് പോലും MDMA പോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളുടെ സാന്നിധ്യം നമ്മൾ അറിയുമ്പോൾ എത്ര ഗുരുതരമാണെന്ന് ഓർക്കുക. പിന്നെ ബോധവൽക്കരണത്തിന് പ്രസക്തിയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം കുടുംബാസൂത്രണം പോലുള്ള പ്രക്രിയ ഈ രാജ്യത്ത് നടപ്പാക്കിയത് ഒരു 25 വർഷം നീണ്ടുന്ന പ്രക്രിയ, 1000-ഓളം കോടി രൂപയോളം മുടക്കി. ഒപ്പം തന്നെ നമ്മള് ഈ രാജ്യത്ത് പുകവലിക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ 750 കോടി രൂപയോളം ഇപ്പൊ മുടക്കി കഴിഞ്ഞു. 10-25 വർഷം ആകുന്നു. ഇപ്പൊ വ്യാപകമായി പുകവലിയില്ല. അപ്പൊ ഇത് ഈ ബോധവൽക്കരണം എന്ന് പറഞ്ഞ പ്രക്രിയ ദീർഘകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട ഒരു സ്ട്രാറ്റജിയാണ്, ഒരു കർമ്മ പദ്ധതിയാണ്. UNO ആവിഷ്കരിച്ച ഒരു പദ്ധതിയുണ്ട്. അവർ പറയുന്നത് ത്രിമാന പദ്ധതിയാണ് ഏത് ബോധവൽക്കരണത്തിലും പ്രസക്തമായിട്ടുള്ളത്. ഒന്ന്, റിസ്ക് റിഡക്ഷൻ ആണ്. പഞ്ചാബിൽ അറിയാം, പഞ്ചാബിൽ ഇപ്പൊ വ്യാപകമായി തോതിൽ ലഹരിക്ക് അടിമപ്പെട്ട് വന്നപ്പോ അവരെല്ലാ പഞ്ചായത്തിലും ഡി-അഡിക്ഷൻ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അത് താമസിച്ച് ഡി-അഡിക്ഷൻ നടത്താൻ പറ്റാത്തവര് രാവിലെ മരുന്നെടുത്തിട്ട് ജോലിക്ക് പോകണം. അതാണ് റിസ്ക് റിഡക്ഷൻ. ഇന്നിപ്പോ 14 ജില്ലകളിൽ മാത്രമേ നമുക്ക് റിസ്ക് റിഡക്ഷന് വേണ്ടിയിട്ട് 14 ജില്ലകളിൽ മാത്രമേ സർക്കാരിന്റെ ആശുപത്രി സംവിധാനമുള്ളൂ. 25 കേന്ദ്രങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ കേരളത്തിലുണ്ട്. പക്ഷെ അത് മദ്യവുമായി ബന്ധപ്പെട്ട ചികിത്സാ കേന്ദ്രങ്ങൾ കൂടി ആയതിനാൽ മയക്കുമരുന്ന് ചികിത്സിക്കുമ്പോൾ കുറച്ചുകൂടി വയലന്റ് നേച്ചർ ആയതുകൊണ്ട് അത്ര എളുപ്പമല്ല ആ കേന്ദ്രങ്ങൾ ചികിത്സിക്കാൻ. ഈ 14 കേന്ദ്രങ്ങൾ സർക്കാരിനുള്ളതിൽ തന്നെ പലയിടത്തും ഡോക്ടറോ സംവിധാനങ്ങളോ ഇല്ല. നേരത്തെ സർക്കാരിന് ഒരുപാട് പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. നേർവഴി, യോദ്ധാവ്, ശ്രദ്ധ, ഉണർവ്, അങ്ങനെ ഒരുപാട് പരിപാടികൾ, അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്നിങ്ങനെ ഒരുപാട് പരിപാടികളെല്ലാം നിന്നുപോയി. അതെല്ലാം നമ്മൾ പുനഃസ്ഥാപിച്ച് മുന്നോട്ട് കൊണ്ടുപോയി
നമുക്ക് ഇപ്പോ ഈ ലഹരിക്ക് അടിമയായ ആളുകളുടെ സംബന്ധിച്ചൊരു കുഴപ്പം എന്താ വെച്ചാല് എത്ര കാലം ലഹരി മരുന്ന് എടുത്തോ അത്ര കാലം ചികിത്സിച്ചാലേ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ ദീർഘകാലം നീണ്ടു നിൽക്കേണ്ട ഒരു ചികിത്സാ പദ്ധതിയാണ്. അവർക്ക് തന്നെ ചില മാനസിക പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പൊ തുടർ പ്രക്രിയയിലൂടെ റിസ്ക് റിഡക്ഷൻ, ഈ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണത്തെ കുറച്ചു കൊണ്ടുവരണം. രണ്ടാമതാണ് ഡിമാൻഡ് റിഡക്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത് സപ്ലൈ. ഡിമാൻഡ് റിഡക്ഷൻ എന്ന് പറയുന്നത് ആവശ്യപ്പെടുന്നവരുടെ എണ്ണം കുറയ്ക്കില്ല. ഇത് ആവശ്യപ്പെടുന്നവരുടെ കൂടാൻ കാരണം എന്താ? ഇപ്പൊ ഒരാൾ ഒരു ദിവസം ലഹരി മരുന്ന് ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും. കാരണം ഒരു തവണ ഉപയോഗിച്ചാൽ പോലും അഡിക്ഷനിലേക്ക് വരും. രണ്ടാമത്തെ തവണ അത് ഇവന് വേണ്ടി വരുമ്പോൾ ചുരുങ്ങിയ വിലയ്ക്ക് തരും. പക്ഷെ മൂന്നാമത്തെ തവണയാവുമ്പോഴേക്കും അവന് ലഹരിയുടെ യഥാർത്ഥ വില കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ ഒരു കോളേജ് വിദ്യാർത്ഥിയിൽ താഴെയുള്ള സ്കൂൾ വിദ്യാർത്ഥി വരെയുള്ള ആളുകൾക്ക് സാമ്പത്തിക വരുമാനമില്ല. അപ്പൊ എന്ത് ചെയ്യും? അവര് വേറെ ഇത് വാങ്ങാൻ കഴിയുന്ന ഒരാളെ കൂടി ഇതിനകത്ത് കണ്ണി ചേർക്കണം. അങ്ങനെ ഒരു ചെയിൻ പ്രോസസ്സാണ് ഈ ലഹരി വിൽപ്പനയിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ആളുകളെ പെട്ടെന്ന് ഇതിനകത്ത് വന്നു ചേരാൻ കാരണം. ലഹരി ഉപയോഗിക്കുന്ന ഒരാള് ഒരേ സമയത്ത് ലഹരി വിൽക്കുന്നവനായിട്ട് മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ദുരന്തം. അതുകൊണ്ടാണ് ഇങ്ങനെ വ്യാപകമായ തോതിൽ വന്നത്. അതുകൊണ്ട് ഡിമാൻഡ് കുറയ്ക്കാൻ അത്ര എളുപ്പമല്ല. ഡിമാൻഡ് കുറയ്ക്കാൻ പ്രധാനമായിട്ട് ബോധവൽക്കരണമാണ്. ഈ ബോധവൽക്കരണം എന്ന് പറയുന്നത് കോളേജ് ക്ലാസ്സിൽ പോയി നടത്തിയിട്ട് കാര്യമില്ല. ഞാനൊരു 40 കൊല്ലമായി ട്രെയിനറും മെന്ററായി പ്രവർത്തിക്കുന്ന ആളാ. ആ മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകളെ ഇതിനെ ഒരു തന്ത വൈബ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്. നിങ്ങൾ കുറെ ഉപദേശമൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുള്ള കാര്യമാണ്. നീ ലഹരി ഉപയോഗിച്ചു തുടങ്ങിയ ആളെ ചികിത്സിക്കുക അല്ലാതെ കൗൺസിലിംഗ് കൊണ്ടോ ഒന്നും യാതൊരു കാര്യമില്ല. ബോധവൽക്കരിച്ചിട്ടും കാര്യമില്ല. കാരണം അവന്റെ ബ്രെയിനെ അത് ബാധിച്ചു. ചികിത്സയല്ലാതെ വേറൊരു മാർഗവും ഈ ലോകത്ത് നമുക്ക് നിർദ്ദേശിക്കാനില്ല. വ്യക്തമായി ചികിത്സയും രാജ്യത്തുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നേഴ്സറി ക്ലാസ്സുകളിൽ തുടങ്ങി, നേഴ്സറി പാട്ടുകളിൽ ഉൾപ്പെടെ. കാരണം ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ 4, 5, 6 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പച്ചക്കറിയുടെ ഒരു ക്ലാസ് കേട്ടാൽ വീട്ടിൽ പോയി നമ്മള് മുളക് തയ്യോ അല്ലെങ്കിൽ വെണ്ടയ്ക്കോ നടും. ആ പ്രായത്തിലെ നടുള്ളൂ. അത് സമയത്ത് മെഴുക് സമാനമാണ് ആ മനസ്സ്. ആ സമയത്ത് അത് കേൾക്കുള്ളൂ. അപ്പൊ 8ാം ക്ലാസ്സിന് മുമ്പ് ബോധവൽക്കരണ പ്രക്രിയ നമ്മൾ ആരംഭിച്ചിരിക്കണം എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നു, ഡിമാൻഡും കുറയ്ക്കുമ്പോൾ സപ്ലൈ താനെ കുറയും. സപ്ലൈ കുറയ്ക്കുക എന്നുള്ളത് ഈ എത്തിച്ചേരുന്ന തലങ്ങളിൽ ഇപ്പൊ എക്സൈസിന്റെയും പോലീസിന്റെയും ഒക്കെ ഏജൻസികൾ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ദിവസവും 10-200-ലേറെ കേസുകൾ പിടിക്കപ്പെടുന്നുണ്ട്. അത് ശക്തമായി തന്നെ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തെ ഏറ്റവും വലിയ വരുമാനമുള്ള കച്ചവടം ആയുധ വ്യാപാരമാണ്. രണ്ടാമത്തെ കച്ചവടമാണ് ഈ ലഹരി മരുന്ന് വ്യാപാരം എന്നുള്ളത്. ലോകത്തെ ഏറ്റവും സമ്പന്നമായ ലോകരാജ്യങ്ങളുടെ മൊത്തം വരുമാനത്തിന്റെ 10 ഇരട്ടിയാണ് ഈ മയക്കുമരുന്ന് ലോബിയുടെ വരുമാനം. അവരങ്ങനെ വെറുതെ ഇരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയധികം നിഗ്രഹശേഷിയുള്ളവരാണ്. അപ്പൊ സർക്കാർ അതിശക്തമായി പ്രവർത്തിച്ചാൽ മാത്രമേ അവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂ. 8 കൊല്ലം മുമ്പ് എറണാകുളത്ത് ഒരു ചുംബന സമരം നടന്നിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. ആ ചുംബന സമരം നടന്നത് എന്തിനാണെന്നറിയോ? അതുവരെ ഇവിടെ സദാചാര പോലീസ് ഉണ്ടായി. ആ സദാചാര പോലീസിന്റെ നെഞ്ചത്തുള്ള അടിയായിരുന്നു ചുംബന സമരം. ആ ചുംബന സമരത്തിൽ 2000-ലേറെ പേരാണ് മറൈൻ ഡ്രൈവിൽ പങ്കെടുത്തത്. അതിന്റെ പ്രത്യേകത ഇപ്പൊ പരസ്യമായിട്ട് എല്ലായിടത്തും ചുംബിക്കാനുള്ള ആരും ഇടപെടുന്നില്ല. അപ്പൊ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് വലിയ വലിയ ഉദ്ദേശങ്ങളുണ്ട്. എത്രയോ നാൾ മുമ്പ് ഒരു വിത്ത് വിതച്ചിട്ടു. സിനിമ എടുത്ത് നോക്കി, ഏത് പ്രതിസന്ധിയിലും ലഹരി മരുന്ന് ഉപയോഗിച്ചാൽ, മദ്യം ഉപയോഗിച്ചാൽ, മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന സന്ദർഭങ്ങൾ ഈ അടുത്തിറങ്ങിയ ഏത് സിനിമയിലും ഇല്ലാത്തത്? ഓരോ സിനിമയിലും ആ രംഗം ചേർക്കുന്നതിന് 25 ലക്ഷം മുതൽ മുകളിലേക്കാണ് വാങ്ങിക്കുന്നത്. ഈ സിനിമാ താരങ്ങളിൽ പലരും ലഹരി ഉപയോഗിക്കുന്നവരാ. അവർ ലഹരി ഉപയോഗിച്ച ശേഷം കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. അതിന് പോലെ ഒരു പണം വാങ്ങുന്നുണ്ട്. അത്ര വ്യാപകമായ രീതിയിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണമല്ല, ലഹരിക്ക് അനുകൂലമായ ബോധവൽക്കരണം നടക്കുമ്പോൾ നമ്മൾ ജനത്തോട് പറയേണ്ട ഷാർപ്പായ ചില കാര്യമുണ്ട്. ഞാനിപ്പോ ഇന്നൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞത്, ഈ നമുക്ക് 18 വയസ്സിൽ പാസ്പോർട്ട് കിട്ടും, 18 വയസ്സിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ 23 വയസ്സിലെ നമുക്ക് മദ്യപിക്കാൻ അധികാരമുള്ളൂ, അതുപോലെ ഈ മദ്യം വാങ്ങാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇപ്പൊ ഈ 25,557 പേരെ ഈ കൊല്ലം, ഈ കഴിഞ്ഞ 2024 പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനകത്ത് 98% ആളുകളെ ശിക്ഷിച്ചു കഴിഞ്ഞു.
അപ്പൊ ചെറിയ ക്വാണ്ടിറ്റി ഉള്ളവരാണ് ബഹുഭൂരിപക്ഷം വരും. അത് കോടതി ഹാജരാക്കിയാൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ ജാമ്യം കിട്ടും. കോടതി ഹാജരാക്കണ്ട. എല്ലാവരുടെയും ധാരണ പോലീസ് സ്റ്റേഷനിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ തീരൂല. പോലീസ് സ്റ്റേഷനിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഈ പ്രതികളെ, ഈ ചെറിയ ക്വാണ്ടിറ്റി ഉപയോഗിച്ച ആളുകളെ കോടതിയിൽ വിളിച്ചു വരുത്തും. കോടതിയിൽ വിളിച്ചു വരുത്തുമ്പോൾ കുറ്റം സംബന്ധിച്ച് പിഴയടയ്ക്കണം. ഈ കുറ്റം സംബന്ധിച്ച് പിഴയടക്കുക എന്ന് പറയുന്നത് ശിക്ഷയാണ്. ഈ ശിക്ഷ അവന്റെ ജീവിതത്തിലുടനീളം കരുതലിൽ വീഴ്ത്തും. ഇന്നിപ്പോ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, കല്യാണം ആലോചിച്ചപ്പോ ഒരു വക്കീലിനോട് ചോദിച്ചു ഇവന്റെ ഡീറ്റെയിൽസ് നിൽക്കാൻ പറഞ്ഞു. അവന്റെ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചപ്പോ അവൻ 2 വട്ടം പോലീസ് ക്രൈം റെക്കോർഡിൽ ഇതൊക്കെ ഉണ്ട്. 2 വട്ടം അവനെ പോലീസ് ഈ ലഹരി മരുന്ന് ഉപയോഗിച്ച് പിടിച്ചിട്ടുണ്ട്. കല്യാണം പോയോ? ഇനി പുറത്തു പോകാൻ നമുക്ക് പാസ്പോർട്ട് വേണം, പാസ്പോർട്ട് കിട്ടൂല. 3ാമത് ജോലിക്ക് അപേക്ഷിക്കുക. ഒരിക്കൽ ലഹരി ഉപയോഗിച്ച ആള് എപ്പോഴും ലഹരി ഉപയോഗിക്കാനുള്ള ഹൈ ചാൻസ് ആണ്. ഒരിക്കൽ ക്രിമിനൽ ആയ ആള് എന്നും ക്രിമിനൽ ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ ഏറ്റവും വലിയ ആള് നമ്മൾ സപ്പോർട്ട് ചെയ്താൽ പോലും, നല്ല സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പോലും, ഇങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ വിദേശത്ത് പോകാനോ സ്വകാര്യ ജോലി പ്രവേശിക്കാനോ PSC വഴി ജോലി കിട്ടാനോ സാധ്യതയില്ല. കല്യാണം നടക്കൂല. ഒരു തരത്തിലും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത കട്ടപ്പുകയായി പോയും ജീവിതം എന്ന് പിള്ളേരോട് നേരിട്ട് നമ്മൾ പറയണം. ആ തരത്തിലുള്ള ബോധവൽക്കരണം വേണ്ടത്. എല്ലാവരും ധരിക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റി പിടിച്ചോളൂ, ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. കുഴപ്പമുണ്ട്, ഉടനീളം കുഴപ്പം. ഇപ്പൊ യൂണിവേഴ്സിറ്റി എടുത്തു നോക്കെ, ജെയിൻ യൂണിവേഴ്സിറ്റി കൊച്ചി, അടുത്ത കൊല്ലം മുതൽ പഠിക്കാൻ ചേരണമെങ്കിൽ ലഹരി ഉപയോഗിക്കില്ല എന്ന് പ്രതിജ്ഞ എഴുതി കൊടുക്കണം. കേരള യൂണിവേഴ്സിറ്റി, കാര്യവട്ടം ക്യാമ്പസ്, സർവകലാശാലകൾ, കോളേജുകൾ മുഴുവൻ സ്ഥലത്തും സത്യപ്രതിജ്ഞ എഴുതി കൊടുത്ത് അടുത്ത കൊല്ലം മുതൽ കോളേജ് ചേരാൻ പറ്റുള്ളൂ. നീ പോടാന്നുള്ള നിയമമുണ്ട്. പോടാന്നുള്ള നിയമം ഉപയോഗിച്ച് ജോലിക്ക് ആളെടുക്കുമ്പോൾ ലഹരി മരുന്ന് ഉപയോഗിക്കില്ല എന്നുള്ള പ്രതിജ്ഞ എഴുതി കൊടുക്കണം. ജീവിതം കട്ടപ്പുകയാണെന്നുള്ള കാര്യം കുട്ടികളോട് പച്ചയ്ക്ക് നമ്മൾ പറയണം. അതാ ബോധവൽക്കരണം. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ജീവിതം ദുസ്സഹമായി മാറുമെന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ ലഹരിയിൽ അവൻ വിട്ടുനിൽക്കും. വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം, കൂട്ടായിട്ടുള്ള ഒരു ബോധവൽക്കരണം, അത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് അവസാനിപ്പിക്കാനുള്ളതല്ല. അത് 365 ദിവസവും ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതയോടുകൂടി, ഒരു ആവേശത്തോടു കൂടി ലഹരിക്കെതിരെ നാം പോരാടണം. അതിൽ സമുദായ വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ ഒരുമയോടെ ഒറ്റക്കെട്ടായി നമുക്ക് ലഹരി എന്ന വിപത്തിനെതിരെ പോരാടാം. കാരണം ലഹരി ഭീകരത അത് ഒരു വ്യക്തിയെ അവർ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഈ രാജ്യത്തെ തന്നെയാണ്. കാരണം വളർന്നു വരുന്ന തലമുറയാണ് ഈ രാജ്യത്തിൻ്റെ ഭാവി. അത് നമ്മൾ മനസ്സിലാക്കുക. ഒറ്റക്കെട്ടായിട്ടുള്ള പോരാട്ടത്തിന് നമുക്ക് മുന്നിട്ടിറങ്ങാം എന്ന ആഹ്വാനത്തോടു കൂടി ഇന്നത്തെ ഒരു ബിഗ് ഡിബേറ്റ് കൺക്ലൂഡ് ചെയ്യുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് ശ്രീ ചാർലി പോൾ, ശ്രീ പ്രസാദ് കുരുവിള, ഫാദർ ജോബ് പടയാറ്റിൽ, 3 പേർക്കും നന്ദി.